So, good morning friends. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ക്ലാസിക്കൽ എക്കണോമിക്സിനെ പറ്റിയാണ് പറഞ്ഞത്. മാക്രോ എക്കണോമിക്സിൽ ആദ്യം മാക്രോ എക്കണോമിക്സ് എന്താണ്, ആ സബ്ജക്റ്റ് എങ്ങനെയാണ് ഫോം ചെയ്യപ്പെട്ടത്, പിന്നീട് ആ മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് എങ്ങനെയാണ് ഇവോൾവ് ചെയ്തത്, അതിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു എസ്റ്റാബ്ലിഷ്മെൻ്റ് എന്ന് പറയുന്നത് ഏത് സ്കൂളാണ്? ക്ലാസിക്കൽ സ്കൂളാണ്. അപ്പോൾ ക്ലാസിക്കൽ സ്കൂളിൻ്റെ മേജർ പ്രൊപ്പോസിഷൻസ് എന്തൊക്കെയായിരുന്നു, അവരുടെ എക്കണോമിക് സിസ്റ്റത്തെ അവരെങ്ങനെയായിരുന്നു കണ്ടിരുന്നത്, എക്കണോമിക് സിസ്റ്റത്തിൻ്റെ സസ്റ്റൈനബിലിറ്റിയും എസ്റ്റാബ്ലിഷ്മെൻറ്റും എവല്യൂഷനും എങ്ങനെയായിരുന്നു എന്നുള്ളത്, ക്ലാസിക്കൽ സ്കൂൾ എങ്ങനെയാണ് അതിനെയെല്ലാം എക്സ്പ്ലെയിൻ ചെയ്തത് എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ കണ്ടത്. നമ്മൾ ആദ്യ ക്ലാസ്സിൽ പറഞ്ഞതുപോലെ തന്നെ മാക്രോ എക്കണോമിക്സ് എന്ന സബ്ജക്റ്റ് ഇവോൾവ് ആവുന്നത് ഒരു എക്സിസ്റ്റിംഗ് സ്കൂൾ ഓഫ് തോട്ടിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടും ആ അറ്റാക്കിനെ കൗണ്ടർ അറ്റാക്ക് ചെയ്തുകൊണ്ടും ഡിഫറെൻറ്റ് സ്കൂൾ ഓഫ് തോട്ട്സിൻ്റെ എവല്യൂഷനിലൂടെയാണ് ഇന്ന് കാണുന്ന തരത്തിൽ നമ്മൾ മാക്രോ എക്കണോമിക്സ് കാണപ്പെടുന്നത്. സോ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് അത് സ്റ്റേബിളായിട്ട് അല്ലെങ്കിൽ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സ് ഒരു ഫൈനൽ വേർഡായിട്ട് നിൽക്കുമ്പോഴാണ് 1929 ഗ്രേറ്റ് ഡിപ്രഷൻ വരുന്നത്. പക്ഷേ 1929 ഗ്രേറ്റ് ഡിപ്രഷനിൽ എക്കണോമിക്സ് കണ്ടിന്യൂസ്ലി അവർ റിസഷനിലേക്കും ഡിപ്രഷനിലേക്കും ഒക്കെ മൂവ് ചെയ്യുകയും പിന്നീട് ഒരു റിക്കവറി, അതായത് തിരിച്ചൊരു ഗ്രോത്തിലേക്ക് വരാൻ സാധിക്കാതെ വന്നപ്പോഴാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിന് അതിൻ്റേതായ ഡെഫിഷ്യൻസീസ്, അതിൻ്റേതായ പോരായ്മകളുണ്ട് എന്നുള്ളൊരു തിരിച്ചറിവ് ആളുകൾക്ക് വന്നത്. ആ സമയത്താണ് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്, ആ സ്കൂളിൻ്റെ തോട്ട് പ്രോസസ്സ് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വരും എന്നുള്ള രീതിയിൽ ക്ലാസിക്കൽ സ്കൂളിലേക്ക് ഒരു അറ്റാക്ക് വരുന്നുണ്ട്. ആ അറ്റാക്ക് കൊണ്ടുവന്നത് ആരാണ് എന്നുള്ളതാണ് നമ്മൾ പഠിക്കാൻ പോകുന്ന അടുത്ത സ്കൂൾ. സോ ക്ലാസിക്കൽ സ്കൂളിലുണ്ടായ അറ്റാക്കാണ് മാക്രോ എക്കണോമിക്സിലെ അടുത്ത സ്കൂൾ ഓഫ് തോട്ട്, ആൻഡ് ദാറ്റ് ഈസ് none other than the Keynesian economics. അതായത് എക്സിസ്റ്റിംഗ് സ്കൂൾ ഓഫ് തോട്ടായിരുന്ന ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട്സിന് 1929 ഡിപ്രഷനിൽ നിന്നും എക്കോണമിയെ റിവൈവ് ചെയ്ത് തിരിച്ച് ഗ്രോത്തിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാതെ വന്നപ്പോഴാണ് കെയ്നീഷ്യൻ സ്കൂൾ ഓഫ് തോട്ട്സ് ഫോം ചെയ്യപ്പെടുന്നത്. സോ ആ പേരിൽ നിന്ന് തന്നെ അറിയാം ദാറ്റ് സ്കൂൾ ഓഫ് തോട്ട് ഈസ് ബേസിക്കലി ആട്രിബ്യൂട്ടഡ് ടു എ സിംഗിൾ പേഴ്സൺ, കെയ്ൻസ്. So we are going to discuss what is Keynesian economics, how it is formed, what are the major propositions, what are the major points, അതായത് ഏതൊക്കെ പോയിൻറ്റ്സിലാണ് അവർ ക്ലാസിക്കൽ സ്കൂളിനെ അറ്റാക്ക് ചെയ്തത്, അല്ലെങ്കിൽ ആ ക്ലാസിക്കൽ സ്കൂളിൻ്റെ ഡെഫിഷ്യൻസിനെ സോൾവ് ചെയ്യാനുള്ള പോയിൻറ്റ്സ് എവിടെയാണ് അവർ പ്രപ്പോസ് ചെയ്തത്. ഇത്രയുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ ക്ലാസ്സിൽ നോക്കാൻ പോകുന്നത്. സോ ആസ് വി സെഡ്, നമ്മൾ പറഞ്ഞ പോലെ Keynesian economics came as a counter revolution ടു ദ എക്സിസ്റ്റിംഗ് ക്ലാസിക്കൽ എക്കണോമിക്സ്. അതായത് ക്ലാസിക്കൽ സ്കൂൾസിൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാട്ടിക്കൊണ്ടാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് ഫോം ചെയ്യപ്പെട്ടത്. സോ ഹി അറ്റാക്ഡ് ദ ഇന്നബിലിറ്റി ഓഫ് ക്ലാസിക്കൽ പ്രൊപ്പോസിഷൻ ടു എൻഷുർ എ റിവൈവൽ ഓഫ് എക്കോണമി ആഫ്റ്റർ ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. അതായത് നമ്മൾ പഠിച്ച പോലെ 1929 ലോകമെമ്പാടുമുള്ള സാമ്പത്തിക സ്ഥിതികളെ അട്ടിമറിച്ചുകൊണ്ട് ഗ്രേറ്റ് ഡിപ്രഷൻ വരികയാണ്. പക്ഷേ ആ ഗ്രേറ്റ് ഡിപ്രഷൻ വന്നിട്ടും കുറേ കാലങ്ങൾ അതിങ്ങനെ കടന്നുപോയിട്ടും ഒരിക്കലും എക്കോണമിയെ റിവൈവ് ചെയ്യാൻ പറ്റുന്നില്ല. ആ സമയത്ത് നിലനിന്നിരുന്ന ക്ലാസിക്കൽ സ്കൂൾ പറഞ്ഞിരുന്ന പോലെ വെനെവർ ദെയർ ഈസ് ഡിസ്റ്റർബൻസസ് ഉണ്ടായാലും മാർക്കറ്റ് മെക്കാനിസത്തിലൂടെയൊക്കെ ഇവോൾവ് ചെയ്ത് എക്കോണമി പൂർവ്വസ്ഥിതിയിലേക്ക് വരും എന്ന് ക്ലാസിക്കൽസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷേ ആ കാര്യങ്ങളൊന്നും സംഭവിക്കുന്നില്ല. കൂടുതൽ താഴ്ചയിലേക്ക് മാത്രമാണ് എക്കോണമി പോയിക്കൊണ്ടിരുന്നത്. സോ അവിടെ കെയ്ൻസ് പറഞ്ഞൊരു കാര്യമുണ്ട്. കെയ്ൻസിൻ്റെ മേജർ പോയിൻ്റ് ഓഫ് അറ്റാക്ക് എന്ന് പറയുന്നത് ക്ലാസിക്കൽ സ്കൂളിൻ്റെ മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിലായിരുന്നു. എന്തായിരുന്നു ആ മേജർ പോയിൻ്റ് ഓഫ് അറ്റാക്ക് എന്ന് പറഞ്ഞാൽ, ബേസിക്കലി ക്ലാസിക്കൽസ് പറഞ്ഞിരുന്നത് വെനെവർ ദെയർ ഈസ് എ ഡിക്ലൈൻ ഇൻ ദ പ്രോസസ് ഓഫ് എക്കോണമി, അതായത് എക്കോണമി എപ്പോൾ താഴ്ചയിലേക്ക് വന്നാലും അവിടെ വേജും പ്രൈസും അഡ്ജസ്റ്റായി എക്കോണമി വീണ്ടും ഇക്വിലിബ്രിയത്തിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു ക്ലാസിക്കൽ സ്കൂൾ ഓഫ് എക്കണോമിക്സിൻ്റെ പ്രൊപ്പോസിഷൻ. അങ്ങനെ മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് വഴി ഇക്വിലിബ്രിയം ശരിക്കും റീ എസ്റ്റാബ്ലിഷ് ചെയ്യും എന്നാണ് പറഞ്ഞിരുന്നത്. പക്ഷേ കെയ്ൻസ് പറഞ്ഞത് അവിടെയാണ്. വേജ് ഡിക്രീസായ സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള ഇൻകം, നമുക്ക് കിട്ടുന്ന വരുമാനം കുറയും. ആ വരുമാനം കുറയുമ്പം എന്ത് പറ്റും? നമ്മളുടെ കൺസംഷനും നമ്മുടെ സേവിങ്സും ഡിക്ലൈൻ ചെയ്യും. സ്വാഭാവികമായിട്ട് നമ്മൾ ക്ലാസിക്കൽ സ്കൂളിൽ പഠിച്ച സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നൊരു കൺസെപ്റ്റ് പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മളുടെ കൺസംഷൻ കുറയുമ്പോൾ ഡിമാൻഡ് കുറയുന്നു. ആ ഡിമാൻഡ് കുറയുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുന്നു. ആസ് എ റിസൾട്ട് എന്ത് സംഭവിക്കും? അഗ്രിഗേറ്റ് ഡിമാൻഡ് ആസ് സച്ച് കുറയുന്നു. അതായത് എക്കോണമിയിൽ
പ്രൊഡക്ഷനും ലേബർ ഡിമാൻഡും കണ്ടിന്യൂസ്ലി ഡിക്ലൈൻ ചെയ്യുന്നു. അതായത് പ്രൊഡക്ഷൻ കപ്പാസിറ്റി തന്നെ മൊത്തത്തിൽ കുറഞ്ഞു വരുന്നതായിട്ടുള്ള സാഹചര്യം വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും ഓരോ കമ്പനികൾ അവരുടെ പ്രൊഡക്ഷൻ കുറയ്ക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? അവിടെ ഉണ്ടായിരുന്ന ആളുകളുടെ എംപ്ലോയ്മെൻറ്റ് കുറയും. സോ ഇറ്റ് ലീഡ്സ് ടു വാട്ട് ഈസ് കോൾഡ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്, ആൻഡ് ദിസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ലീഡ്സ് ടു റിസഷൻ. ആ റിസഷൻ്റെ സാഹചര്യത്തിൽ എന്ത് പറ്റും? സെയിം തിങ് ഹാപ്പൻസ്. റിസഷൻ ആകുമ്പോഴും എന്താണ്, ഓരോ ഫേംസും അവരെ കൂടുതൽ പ്രൊഡക്ഷൻ കുറയ്ക്കുന്നു. വീണ്ടും ഈ സൈക്കിൾ തന്നെ സംഭവിക്കുന്നു. വേജ് കുറയുന്നു, ഇൻകം കുറയുന്നു, കൺസംഷൻ കുറയുന്നു, ഡിമാൻഡ് കുറയുന്നു, വീണ്ടും അണ്ടർ എംപ്ലോയ്മെൻ്റ് ആകുന്നു. അങ്ങനെ പോയി എന്ത്, റിസഷനിൽ നിന്ന് ഡിപ്രഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ശരിക്കും എക്കോണമിയിൽ നടക്കുന്നത്. അല്ലാതെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൽ പറയുന്നത് പോലെ വേജ് ആൻഡ് പ്രൈസ് നേരെ അഡ്ജസ്റ്റ് ചെയ്ത് മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിലൂടെ എക്വിലിബ്രിയം റീഎസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റില്ല. അതാണ് കെയ്നീഷ്യൻ സ്കൂളിൻ്റെ ഫസ്റ്റ് പോയിന്റ് ഓഫ് അറ്റാക്ക്. അതായത് മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസം ഈസ് നോട്ട് സഫിഷ്യൻറ്റ് ടു എൻഷുവർ ദ റീഇക്വിലിബ്രിയം ഓഫ് ദ എക്കോണമി ആഫ്റ്റർ എ ക്രൈസിസ്. അതായത് ഒരു ക്രൈസിസിന് ശേഷം എക്കോണമിയെ തിരിച്ച് ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുവരാൻ മാർക്കറ്റ് അഡ്ജസ്റ്റ്മെൻറ്റ് മെക്കാനിസത്തിന് ഒറ്റയ്ക്ക് സാധിക്കത്തില്ല. സോ ആ തോട്ട് പ്രോസസ്സ്, അതായത് എക്കോണമിയെ ഇങ്ങനെയുള്ള ക്രൈസിസ് ടൈം പീരീഡിൽ എങ്ങനെ റിവൈവ് ചെയ്യണം എന്നുള്ളതിനെ പറ്റി കെയ്ൻസിൻ്റെ ഐഡിയാസ് അല്ലെ തോട്ട്സ് കൊണ്ടുവന്ന പുസ്തകമാണ് എന്ത്, ദ ജനറൽ തിയറി എസ്റ്റാബ്ലിഷ്ഡ് ഇൻ 1936 ബൈ ജോൺ മെയ്നാർഡ് കെയ്ൻസ് അഥവാ JM കെയ്ൻസ്. സോ നമ്മളിവിടെ പറഞ്ഞത് എന്താണ്, എക്കോണമി റിസഷനിലേക്കോ അല്ലെങ്കിൽ എക്കണോമി താഴ്ചയിലേക്ക് വരുമ്പോൾ അതിനെ റിവൈവ് ചെയ്യാനാണ് കെയ്ൻസിൻ്റെ ഐഡിയോളജി കൊണ്ടുവന്നത്. സോ എന്താണ്, ഈ കെയ്നീഷ്യൻ എക്കണോമിക്സിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്. എന്താണ്? റിസഷൻ എക്കണോമിക്സ്. അതായത് റിസഷനിൽ എങ്ങനെ എക്കോണമിയെ റിവൈവ് ചെയ്യാം എന്നുള്ളൊരു ഐഡിയയും കൂടെ കെയ്ൻസ് ബേസിക്കലി പറയുന്നുണ്ട്. സോ the macroeconomic equilibrium is consistent with the involuntary unemployment. So കെയ്ൻസ് ഇവിടെ പറയുന്നത് എന്താണ്? കെയ്ൻസ് പറയുന്നത് നമ്മളുടെ എക്കണോമിക് സിസ്റ്റം എപ്പോഴും ഇക്വിലിബ്രിയത്തിലാകുകയാണെങ്കിൽ പോലും നമ്മളുടെ ആ ഇക്വിലിബ്രിയം സിറ്റുവേഷനിലും അവിടെ കുറച്ച് അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അതായത് സ്ട്രക്ചറൽ ആൻഡ് വോളണ്ടറി അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ഇൻവോളണ്ടറി ആയിട്ട് തന്നെ അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ട്. അതാണ് സ്ട്രക്ചറൽ അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. അതായത് സ്ട്രക്ചറൽ എക്കണോമിയുടെ സ്ട്രക്ചർ, ആ സ്ട്രക്ചറിലെ ഡെഫിഷ്യൻസീസ് മൂലം കുറച്ച് അൺഎംപ്ലോയ്മെൻ്റ് ഉണ്ടാകും. അതുപോലെ തന്നെ എന്താണ്, ഫ്രിക്ഷണൽ അൺഎംപ്ലോയ്മെൻറ്റ്, അതായത് ജോബ് സെർച്ച്, അതായത് ഫ്രം വൺ ജോബ് ടു അനദർ ജോബ്, അതായത് ജോബ് സെർച്ചിൻ്റെ ടൈം പീരീഡിലുള്ള ഒരു അൺഎംപ്ലോയ്മെൻറ്റ്. അങ്ങനെയുള്ള രണ്ട് സിറ്റുവേഷനിലുള്ള അൺഎംപ്ലോയ്മെൻറ്റും എന്താണ്, മാക്രോ എക്കണോമിക് ഇക്വിലിബ്രിയത്തിൻ്റെ സമയത്ത് ഉണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ, എക്കോണമി ഇക്വിലിബ്രിയത്തിലാണെങ്കിൽ പോലും ആ ഇക്വിലിബ്രിയം എന്ന് പറയുന്നതിൽ ഒരു സെറ്റ് ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് എപ്പോഴും ഉണ്ടായിരിക്കും. ദാറ്റ് ഈസ് ദർ ഈസ് നോ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. നമ്മളുടെ പറഞ്ഞ പോലെ ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ ഫസ്റ്റ് മേജർ പ്രൊപ്പോസിഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, ദർ ഈസ് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം. അതായത് എല്ലാ റിസോഴ്സസിനും എംപ്ലോയ് ചെയ്തുകൊണ്ടുള്ള ഒരു ഇക്വിലിബ്രിയം ആയിരിക്കും എക്കോണമിയിൽ ഉണ്ടാകുന്നതെന്നാണ് ക്ലാസിക്കൽസ് പറയുന്നത്. പക്ഷേ കെയ്നീഷ്യൻസ് പറയുന്നത് എന്താണ്, എക്കണോമിയുടെ സ്ട്രക്ചറിൻ്റെ പ്രശ്നം കൊണ്ടും ആളുകളുടെ മൂവ്മെൻറ്റും അല്ലെ റിസോഴ്സസിൻ്റെ ഒരു ഡിഫറൻസ് ഡിമാൻഡ് കൊണ്ടും എപ്പോഴും ചില റിസോഴ്സസ് അല്ലെ ചില ലേബർ അൺഎംപ്ലോയിഡ് ആയിരിക്കും. ആ സാഹചര്യത്തിലും എക്കോണമി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. സോ ദർ ഈസ് നോ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഇൻ ദ എക്കോണമി എന്നുള്ളതാണ് മേജർ പോയിന്റ്. സോ നൗ വി ആർ ഗോയിങ് ടു ഡീൽ വിത്ത് what are the major assumptions of the Keynesian economics. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ മേജർ അസംഷൻസ് എന്തൊക്കെയാണ് എന്നുള്ളതാണ് പറയുന്നത്. സോ ദ ഫസ്റ്റ് തിങ് ഈസ് മണി ഈസ് നോൺ ന്യൂട്രൽ. നമ്മൾ പറഞ്ഞ പോലെ ക്ലാസിക്കൽസ് എന്തൊക്കെയാണോ ഉണ്ട് എന്ന് പറയുന്നത് അതല്ല, അതിന് വിപരീതമായിട്ടുള്ളതാണ് എന്നുള്ളതാണ് ബേസിക്കലി കെയ്നീഷ്യൻസ് പറയാൻ ശ്രമിക്കുന്നത്. സോ ദ ഫസ്റ്റ് പോയിന്റ് ഈസ് മണി ഈസ് നോൺ ന്യൂട്രൽ. അതായത് മണി വെറും ന്യൂട്രൽ അല്ല, അതായത് മണി ജസ്റ്റ് മീഡിയം ഓഫ് എക്സ്ചേഞ്ച് മാത്രമല്ല, മറിച്ച് ഇറ്റ് ഈസ് എ സ്റ്റോർ ഓഫ് വാല്യൂ. നമ്മളുടെ സമ്പാദ്യം അല്ലെങ്കിൽ നമ്മളുടെ സമ്പത്തിനെ സ്റ്റോർ ചെയ്ത് വെക്കാനുള്ള കപ്പാസിറ്റിയും മണിക്കുണ്ട് എന്നാണ് പറയുന്നത്. അതായത് മണി ഇല്ല എങ്കിൽ എക്കോണമിയിൽ അതിൻ്റേതായിട്ടുള്ള എഫക്ട്സ് ഓൺ പ്രൊഡക്ഷൻ, എംപ്ലോയ്മെൻറ്റ്,
ഒക്കെ സംഭവിക്കും എന്നുള്ളതാണ് പറഞ്ഞത്. ആൻഡ് ദാറ്റ് ഈസ് വാട്ട് ഇറ്റ് ഈസ് കോൾഡ്, ഇറ്റ് ഹാസ് റിയൽ എഫക്ട്സ്. അതായത് സിംപ്ലി നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞല്ലേ, ഇൻകം കുറയുമ്പോൾ കൺസംഷൻ കുറയും. പക്ഷേ ആ ഇൻകവും കൺസംഷനെയും ഡിറ്റർമൈൻ ചെയ്യുന്ന നമ്മുടെ മണി ഇൻകമാണ്. സോ മണി ഇൻകത്തിലെ വേരിയേഷൻ ഇൻകത്തിലും കൺസംഷനിൽ വേരിയേഷൻ വരും, അതിനനുസരിച്ച് ഡിമാൻഡിൽ വേരിയേഷൻ വരും, അതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിൽ വേരിയേഷൻ വരും. സോ മണി ഈസ് ഏബിൾ ടു ഇൻഫ്ലുവൻസ് ദ റിയൽ വേരിയബിൾസ് ലൈക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് എംപ്ലോയ്മെൻറ്റ്. അതാണ് ഫസ്റ്റ് അസംഷൻ. Then second assumption, workers suffers from money illusion, not the firms. അതായത് വർക്കേഴ്സിന് മണി ഇല്യൂഷൻ ഉണ്ട്, പക്ഷേ ഫേംസിനില്ല. മണി ഇല്യൂഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾക്ക് കയ്യിൽ കിട്ടുന്ന പൈസ അത് നോമിനൽ വാല്യൂ ആണ്, 1000 രൂപ കിട്ടുന്നു. പക്ഷേ ആ സമയത്ത് നമ്മളുടെ മാർക്കറ്റിലെ പ്രൈസ് ലെവൽ എന്താണ് എന്ന് ലേബറിന് കൃത്യമായിട്ട് അറിയത്തില്ല. ഫോർ എക്സാമ്പിൾ, പണ്ട് നമുക്ക് 1000 രൂപയ്ക്ക് നടത്താവുന്ന കൺസംഷൻ ഇന്ന് നടത്തണമെങ്കിൽ നമുക്ക് എന്താണ് 1500 രൂപ നമ്മൾക്ക് വേണം. പക്ഷേ ആളുകൾക്ക് ശരിക്കും ഈ 1500 രൂപ വേണം എന്നുള്ള കൃത്യമായിട്ടുള്ള അവബോധം ഉണ്ടാവില്ല. ആ സമയത്ത് എന്ത് പറ്റും? 1200 രൂപയാക്കി അവരുടെ വേതനം ഉയർത്തിയാൽ ഇവർ വിചാരിക്കും ഇവരുടെ ഇൻകം ശരിക്കും കൂടി എന്നുള്ളത്. പക്ഷേ അവരുടെ റിയൽ കപ്പാസിറ്റി ഓഫ് കൺസംഷന് അത്രയും വേരിയേഷൻ വരുന്നില്ല എന്നുള്ള സത്യം അവർക്ക് തിരിച്ചറിയാനുള്ള അത്രയും ഒരു അറിവും അവബോധവുമില്ല. കാരണം അവർക്ക് മാർക്കറ്റ് പ്രൈസിനെ പറ്റിയോ ചേഞ്ചസ് ഇൻ പ്രൈസ് ലെവലിനെ പറ്റിയോ കംപ്ലീറ്റ് ആയിട്ടുള്ള ഇൻഫർമേഷൻ ഇല്ല. പക്ഷേ ഫേംസിനുണ്ട്. കാരണം എന്താ? ഫേം ഈസ് ടേക്കിംഗ് ഡിസിഷൻസ് ഓൺ ദ പ്രൈസ് ലെവൽസ്. കാരണം മാർക്കറ്റിൽ ഡയറക്റ്റായിട്ട് പ്രൊഡക്ഷനും കൺസംഷനും ഒക്കെ മാർക്കറ്റ് ഡിമാൻഡിനെയൊക്കെ ബേസ് ചെയ്താണ്. സോ ദേ ക്യാൻ അസർട്ടൈൻ ദ പ്രൈസ് ലെവൽ. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫങ്ഷൻ ഓഫ് റിയൽ വേജ്. അതായത് ഫേം ലേബറിനെ ഡിമാൻഡ് ചെയ്യുമ്പം അത് റിയൽ വേജ് അനുസരിച്ചാണ്. അതായത് അവരുടെ പ്രൊഡക്ഷൻ കോസ്റ്റിനെയും ആ പ്രൈസ് ഓഫ് ദ കമ്മോഡിറ്റിയും ഒക്കെ വെച്ച് റിയൽ വേജ് കാൽക്കുലേറ്റ് ചെയ്യാൻ ഫേമിന് പറ്റും. പക്ഷേ സപ്ലൈ ഓഫ് ലേബർ വിൽ ഓൺലി ഡിപ്പെൻഡ്സ് ഓൺ ദ നോമിനൽ വേജ്. ദാറ്റ് ഈസ് സപ്ലൈ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ വേജ് റേറ്റ് ഓൺലി, വേറാസ് ഡിമാൻഡ് ഫോർ ലേബർ ഈസ് എ ഫങ്ഷൻ ഓഫ് ദ റിയൽ വേജ് റേറ്റ്. നമ്മൾ ക്ലാസിക്കൽ സ്കൂളിൽ എന്താ പഠിച്ചത്? ഡിമാൻഡ് ഫോർ ലേബർ ആസ് വെൽ ആസ് സപ്ലൈ ഓഫ് ലേബർ ഈസ് എ ഫംഗ്ഷൻ ഓഫ് റിയൽ വേജ് എന്നാണ്. പക്ഷേ ഇവിടെ പറയുന്നത് ഫേംസിനാണ് കൂടുതൽ ഇൻഫർമേഷൻ ഉള്ളത്. സോ ഫേം ഡിമാൻഡ് ലേബർ അക്കോർഡിംഗ് ടു റിയൽ വേജ്, ബട്ട് ലേബർ സപ്ലൈ ഹിസ് ലേബർ ഡിപ്പെൻഡിങ് ഓൺ ദ നോമിനൽ വേജ്. അതായത് നമ്മൾ പറയുന്ന പോലെ പൈസയുടെ മൂല്യം ജസ്റ്റ് ആ വാല്യൂ മാത്രമേ നമുക്കറിയത്തുള്ളൂ. അതിൻ്റെ റിയൽ കപ്പാസിറ്റി കാൽക്കുലേറ്റ് ചെയ്യാനുള്ളൊരു കഴിവ് ലേബേഴ്സിന് ഇല്ല എന്നുള്ളതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. തേർഡ് ഫാക്ടർ, ദ ഫാക്ടേഴ്സ് ദാറ്റ് എൻഷുവർ ഇക്വിലിബ്രിയം ഈസ് എഫക്റ്റീവ് ഡിമാൻഡ് വിത്ത് ഇക്വിലിബ്രേറ്റിംഗ് റോൾ ഈസ് ഗിവൺ ടു ഔട്ട്പുട്ട് ഓർ ക്വാണ്ടിറ്റി, നോട്ട് ദ പ്രൈസ്. അതായത് ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് ഒരു എക്കോണമിയിൽ അത് എഫക്റ്റീവ് ഡിമാൻഡാണ്. എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുമ്പോൾ നമ്മളറിയാവുന്ന പോലെ ക്വാണ്ടിറ്റിയുടെ ബേസിസിലാണ്. അതായത് ക്വാണ്ടിറ്റി ഓഫ് ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഡിമാൻഡഡ്. അതായത് ആ ഒരു ഔട്ട്പുട്ട് ലെവലിലാണ് ശരിക്കും എക്കോണമിയുടെ ഇക്വിലിബ്രിയം ഇരിക്കുന്നത്. അതായത് ജസ്റ്റ് പ്രൈസസ് കൊണ്ടോ അല്ലെങ്കിൽ വേജസ് അഡ്ജസ്റ്റ് ചെയ്ത് നമുക്ക് ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യാൻ പറ്റത്തില്ല. മറിച്ച് ദാറ്റ് ചേഞ്ചസ് ഇൻ വേജ് ആൻഡ് പ്രൈസ് വിൽ ഹാവ് ഇറ്റ്സ് റിയൽ ഇമ്പാക്റ്റ് ഓൺ ദ ഔട്ട്പുട്ട് ആൻഡ് ക്വാണ്ടിറ്റി എന്നുള്ളതാണ് പറയുന്നത്. നമ്മൾ ക്ലാസിക്കൽ സ്കൂളിൽ പറഞ്ഞ എന്താണ്? ഔട്ട്പുട്ട് റിമൈൻസ് ദ സെയിം, ഓൺലി വേജസ് ആൻഡ് പ്രൈസസ് അഡ്ജസ്റ്റ് ടു എൻഷുവർ ദ ഇക്വിലിബ്രിയമാണ്. പക്ഷേ കെയ്നീഷ്യൻസ് പറയുന്നത് അങ്ങനെയല്ല. പ്രൈസോ വേജസോ ഒന്നും അല്ല അഡ്ജസ്റ്റ് ചെയ്യുന്നത്, മറിച്ച് ഈ ഔട്ട്പുട്ടും ക്വാണ്ടിറ്റിയും മാത്രമാണ് അഡ്ജസ്റ്റ് ചെയ്യുന്നത്. അതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റിലാണ് നമ്മൾ ഇക്വിലിബ്രിയം അറ്റൈൻ ചെയ്യുന്നതെന്നാണ് പറയുന്നത്. ആൻഡ് ദെൻ ദ ഫൈനൽ അസംഷൻ ഈസ് സേവിങ്സ് ഈസ് എ പോസിറ്റീവ് ഫങ്ഷൻ ഓഫ് ഇൻകം, whereas investment is a negative function of the marginal efficiency of capital and negative function of the interest rate. നമ്മൾ പറയുന്ന പോലെ ഇൻകം കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് നമുക്ക് സേവ് ചെയ്യാനുള്ളൊരു കപ്പാസിറ്റി കൂടും എന്നുള്ളതാണ് പറയുന്നത്. അല്ലെങ്കിൽ ആ സേവിങ് കപ്പാസിറ്റി നമുക്ക് കൂടുതൽ വരുമാനം നമുക്ക് വേണമെങ്കിൽ സേവ് ചെയ്യാൻ സാധിക്കും. whereas the investment is a negative function of what the concept is called as the marginal efficiency of capital, MEC. MEC എന്ന് പറയുന്നത് ബേസിക്കലി ഇറ്റ് ഈസ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. അതായത് എക്സ്പെക്റ്റേഷൻ റിഗാർഡിംഗ് ദ പ്രോഫിറ്റബിലിറ്റി ഓഫ് ക്യാപിറ്റൽ. ഒരാൾ ഇൻവെസ്റ്റ് ചെയ്യുന്നു, ആ ആൾ ഇൻവെസ്റ്റ് ചെയ്യുമ്പോൾ അയാൾക്ക് ആ ഇൻവെസ്റ്റ് ചെയ്യുന്നതിലൂടെ ഇത്ര പ്രോഫിറ്റ് കിട്ടണം എന്നുള്ളൊരു എക്സ്പെക്റ്റേഷൻ ഉണ്ടാവും. അപ്പോൾ ബേസിക്കലി എക്കണോമിക് സ്ട്രക്ചറിൽ എന്താണ്, സ്ട്രക്ചർ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇയാൾക്ക് ഈ എക്സ്പെക്റ്റേഷൻസിന് വേരിയേഷൻ വരാം. അതുപോലെ തന്നെയാണ് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ. അതായത് നമ്മളിപ്പം ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും ബാങ്കിൽ നിന്നൊക്കെ
കടമൊക്കെ എടുത്തായിരിക്കും നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യുന്നത്. അപ്പം ആ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ മിക്കപ്പോഴും നമ്മൾ കൂടുതൽ എടുക്കുന്നതിനനുസരിച്ച് കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ ആ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും, നമുക്ക് ആ ലോണിന് തിരിച്ചടയ്ക്കേണ്ട അളവ് അല്ലെങ്കിൽ ആ പലിശ കൂടുതലായിരിക്കും. അപ്പോൾ സ്വാഭാവികമായിട്ടും നമ്മുടെ പ്രോഫിറ്റബിലിറ്റി ലെവൽ കുറയും. അപ്പോൾ ആ പ്രോഫിറ്റബിലിറ്റി ലെവൽ കുറയുന്നതിനനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യും, ഓരോ അഡീഷണൽ ഇൻവെസ്റ്റ്മെൻറ്റ് അനുസരിച്ച് നമ്മളുടെ പ്രോഫിറ്റബിലിറ്റി കുറയും. സോ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലും കുറയും എന്നുള്ളതാണ് പറയുന്നത്. സോ മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റലിൽ കുറയുകയോ കൂടുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഇൻവേഴ്സ്ലി ആയിരിക്കും ഇൻവെസ്റ്റ്മെൻറ്റിനെ അഫക്റ്റ് ചെയ്യുന്നത്. ദെൻ ഫൈനലി ഈസ് ദ നെഗറ്റീവ് ഫംഗ്ഷൻ ഓഫ് ഇൻട്രസ്റ്റ് റേറ്റ്. സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കൂടുകയാണെങ്കിൽ കോസ്റ്റ് ഓഫ് ക്യാപിറ്റൽ കൂടും, അപ്പോൾ നമ്മൾ ഇൻവെസ്റ്റ്മെൻറ്റ് കുറയ്ക്കും എന്നുള്ളതാണ് പറയുന്നത്. സോ നൗ അക്കോർഡിംഗ് ടു ദ കെയ്ൻസ് നമ്മൾ ഇനി പറയുന്ന ആദ്യത്തെ പോയിന്റ് ഓഫ് അറ്റാക്ക്, അതായത് കെയ്ൻസിൻ്റെ ആദ്യത്തെ പോയിന്റ് ഓഫ് അറ്റാക്ക് എന്തായിരുന്നു, ഒരിക്കലും വേജസും പ്രൈസും അഡ്ജസ്റ്റ് ചെയ്ത് ഇക്വിലിബ്രിയം റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ എക്കോണമിയിൽ സാധിക്കത്തില്ല. കാരണം വേജസ് വിൽ ബി ഗോയിങ് ഡൗൺവേർഡ് ഇഫ് എക്കോണമി ഈസ് ഇൻ എ ക്രൈസിസ് എന്നുള്ളതാണ് പറയുന്നത്. അതിൻ്റെ ഒരു മേജർ റീസൺ എന്ന് പറയുന്നത് ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എങ്ങനെയാണ് കെയ്ൻസ് പറയുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഒരിക്കലും നമ്മൾ പഠിച്ച പോലെ നേരെ ഒരു ഡിമാൻഡും നേരെ സപ്ലൈ, ദിസ് ഈസ് ഡിമാൻഡ്, ദിസ് ഈസ് സപ്ലൈ, സോ ദിസ് വിൽ ബി ദ ഇക്വിലിബ്രിയം. സോ നമുക്ക് ഇവിടെ സപ്ലൈ കൂട്ടുന്നതിനനുസരിച്ച് വേജ് റേറ്റ് കുറയാം എന്നുള്ളതാണ് ക്ലാസിക്കൽ സ്കൂളിൻ്റെ അണ്ടർസ്റ്റാൻഡിങ്. ദാറ്റ് ഈസ് എ ന്യൂ സപ്ലൈ ഇൻക്രീസസ് ദെൻ വേജ് റേറ്റ് വിൽ ബി കമ്മിങ് ഡൗൺ എന്നുള്ളതാണ് ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ട് പറയുന്നത്. പക്ഷേ കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത് എന്താണ്, കെയ്നീഷ്യൻ എക്കണോമിക്സിൻ്റെ ഒരു മേജർ ഫൈൻഡിങ്, മേജർ അസസ്മെൻറ്റ് എന്ന് പറയുന്നത് ദാറ്റ് ക്ലാസിക്കൽസ് പറയുന്നത് പോലെ അല്ല, വേജസ് ഒരിക്കലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി ഡൗൺവേർഡ് പോകാനോ കണ്ടിന്യൂസ്ലി ഫ്ലെക്സിബിളായിട്ട് അപ്വേർഡ് ആകാനോ സാധിക്കത്തില്ല. നമുക്കറിയാവുന്നതല്ലേ, നമ്മളൊരു ജോലിക്ക് ഏർപ്പെട്ടാൽ പെട്ടെന്ന് സാഹചര്യം മാറുന്നു എന്നനുസരിച്ച് നമ്മൾ നമ്മളുടെ വേജ് കുറയ്ക്കാൻ സമ്മതിക്കത്തില്ല. പക്ഷേ സാഹചര്യങ്ങൾ ഇമ്പ്രൂവ് ആകുന്നു എന്ന് കണ്ടു കഴിഞ്ഞാൽ നമ്മൾ ആ വേജ് കൂട്ടാൻ വേണ്ടി കൂടുതൽ ഡിമാൻഡ് ചെയ്യപ്പെടും. അതാണ് ശരിക്കുമുള്ള മാർക്കറ്റ് റിയാലിറ്റി. ആൻഡ് ദാറ്റ് മാർക്കറ്റ് റിയാലിറ്റി ഈസ് ടേക്കൺ ബൈ കെയ്ൻസ്. ആൻഡ് അക്കോർഡിംഗ് ടു ഹിം വേജസ് ആർ ഫ്ലെക്സിബിൾ അപ്വേർഡ്സ് ബട്ട് റിജിഡ് ഡൗൺവേർഡ്സ്. അതുകൊണ്ട് തന്നെയാണ് എന്ത് വേജ് റേറ്റിനെ കാണിക്കുന്നത് ഇങ്ങനെയാണ്, ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ലൈക്ക് ദിസ്, but up to particular point the wage rate will be like this and then will be flexible upwards. This is the supply of labor curve. എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ this minimum wage, this is a minimum wage. ഓക്കെ, ഈ ഒരു മിനിമം വേജ് കിട്ടിയാലേ ആളുകൾക്ക് അവരുടെ മിനിമം സബ്സിസ്റ്റൻസ് ലെവൽ ഓഫ് കൺസംഷനും മിനിമം സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്ങും മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ. സോ ദേ വിൽ നോട്ട് ബി റെഡി ടു ഗെറ്റ് ദ വേജ് റേറ്റ് ബിലോ ദിസ് ലെവൽ. അതായത് ഈ ഒരു വേജ് റേറ്റിന് താഴേക്ക് പോകാൻ ആളുകൾ, അതായത് എംപ്ലോയിഡ് ആയിട്ടുള്ള ആളുകൾ സമ്മതിക്കത്തില്ല. ബട്ട് ആഫ്റ്റർ ദാറ്റ് പോയിന്റ് കുറച്ച് വേണമെങ്കിൽ എക്കോണമി ഇമ്പ്രൂവ് ആവുകയാണ് എങ്കിൽ വേജ് റേറ്റ് ഇൻക്രീസ് ചെയ്യുന്നതിന് അവർക്ക് കുഴപ്പമില്ല. പക്ഷേ ദേ വിൽ നോട്ട് അലോ ദ വേജ് റേറ്റ് ടു ഡിക്ലൈൻ ഡൗൺവേർഡ്. ആൻഡ് ദിസ് ഈസ് വൺ ഓഫ് ദ മേജർ റീസൺ ബിഹൈൻഡ് വൈ എക്കോണമി വിൽ നോട്ട് റീഇക്വിലിബ്രേറ്റ് വിത്ത് ചേഞ്ചസ് ഇൻ ദ വേജസ് ആൻഡ് പ്രൈസ് എന്നുള്ള ഫാക്ടറിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്. അതായത് എക്കോണമിയിൽ ജസ്റ്റ് എന്താണ് വേജസും പ്രൈസും ചുമ്മാ അങ്ങ് അഡ്ജസ്റ്റ് ആകത്തില്ല, കെയ്നീഷ്യൻസ് പറഞ്ഞതുപോലെ എന്ന് പറയുന്നതിൻ്റെ ഏറ്റവും വലിയ കാര്യം ഇതാണ്. സോ അത് എന്തുകൊണ്ടാണ് ഇങ്ങനെയുള്ള സാഹചര്യങ്ങൾ വരുന്നത്? ഒന്ന്, വേജ് കോൺട്രാക്ട്സ്. സ്വാഭാവികമായിട്ടും നമ്മളൊരു ജോലിക്ക് കയറുമ്പോൾ നമ്മൾ അവിടെ ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെടും. ഇത്രയായിരിക്കും അവരിൽ പറഞ്ഞിട്ടുണ്ടായിരിക്കും നമ്മുടെ നോമിനൽ വേജ് എത്രയായിരിക്കുമെന്ന് ക്ലിയർലി പറഞ്ഞിട്ടുണ്ട്. ആസ് വി ഹാവ് സെഡ്, ലേബർ സപ്ലൈ ചെയ്യുമ്പോൾ അയാൾക്ക് നോമിനൽ വേജ് മാത്രമേ അറിയത്തുള്ളൂ. സോ ആ നോമിനൽ വേജിലേക്ക് താഴേക്ക് പോകാൻ അവർ സമ്മതിക്കത്തില്ല ബിക്കോസ് ഓഫ് ദാറ്റ് വേജ് കോൺട്രാക്ട്. അങ്ങനെ താഴേക്ക് പോയാൽ സ്വാഭാവികമായിട്ട് കോൺട്രാക്റ്റ് ഉള്ളതുകൊണ്ട് കോടതി വഴി അതിനെ വീണ്ടും റീ എസ്റ്റാബ്ലിഷ് ചെയ്യാൻ സാധിക്കും. ദെൻ സെക്കൻഡ് വൺ, ആസ് വി നോ, ട്രേഡ് യൂണിയൻസ്. സ്വാഭാവികമായിട്ടും എംപ്ലോയ് ചെയ്തിരിക്കുന്നവരുടെ റൈറ്റ്സ് പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യും, അവർ പറയും ഇതിൽ താഴേക്ക് വേജ് റേറ്റ് കുറയ്ക്കാൻ സാധിക്കത്തില്ല. അതുപോലെ തന്നെ കണ്ടീഷൻസ് ഇമ്പ്രൂവ് ആകുവാണ് എന്ന് കാണുവാണെങ്കിൽ ട്രേഡ് യൂണിയൻസ് വേജ് കൂട്ടാൻ വേണ്ടി സമരത്തിൽ ഏർപ്പെടുകയും ചെയ്യും. ദെൻ ദ തേർഡ് പോയിന്റ്, മിനിമം വേജ് ലോ. നമ്മളുടെയൊക്കെ രാജ്യത്തും സംസ്ഥാനത്തും ഒക്കെയുള്ള വിവിധ നിയമങ്ങൾ, അതായത് മിനിമം വേതനം, ആ ഒരു ലോ എല്ലാ എക്കോണമിയിലും ഉണ്ടാകും. ആ ഒരു ലോ ഉള്ളത് കൊണ്ട് തന്നെ ആ ഒരു എസ്റ്റാബ്ലിഷ്ഡ് ലെവൽ, ആ നമ്മൾ വരച്ച സ്ട്രെയിറ്റ് ലൈൻ ഏതാണ്, ദിസ് വേജ് ലെവൽ, ദിസ് ഈസ് ദ മിനിമം വേജ്. ഈ ഒരു വേജ് ലെവല്
ഒരിക്കലും താഴേക്ക് പോകാൻ ശ്രമിക്കത്തില്ല. അതിനുശേഷം മാത്രമേ അപ്വേർഡ് പോകാൻ സാധിക്കത്തുള്ളൂ. ദെൻ ദ ഫൈനൽ പോയിന്റ് ഈസ് ദ എഫിഷ്യൻസി ഓൺ ദ പാർട്ട് ഓഫ് ദ ലേബർ. അതായത് ലേബർ എന്താണ്, അവർ കണ്ടിന്യൂസ്ലി എംപ്ലോയിഡ് ആയിരിക്കുമ്പം അവർക്ക് ആ ഒരു എക്സ്പീരിയൻസ് കിട്ടും. കണ്ടിന്യൂസ്ലി ജോലി ചെയ്യുമ്പോൾ അവർക്ക് സ്കില്ലും ഇമ്പ്രൂവ് ആവും. ആൻഡ് ഓൺ ദാറ്റ് പാർട്ട് ലേബർ എഫിഷ്യൻസി വിൽ ബി ഇൻക്രീസിങ്. ആൻഡ് വിത്ത് ഇൻക്രീസ് ഇൻ ദ ലേബർ എഫിഷ്യൻസി ദ ഫേം കനോട്ട് റെഡ്യൂസ് ദ വേജ്. അതായത് ഇപ്പോൾ ലേബർ എഫിഷ്യൻ്റ് ആണെങ്കിൽ എന്ത് കാര്യത്തിൽ കമ്പനി വേജസ് കുറയ്ക്കാൻ സാധിക്കും? അപ്പോൾ ഈ 4 കാര്യങ്ങൾ, അതായത് 1 വേജ് കോൺട്രാക്ട്, 2 ട്രേഡ് യൂണിയൻ, 3 മിനിമം വേജ് ലോസ്, 4 ലേബർ എഫിഷ്യൻസി. ഈ 4 ഫാക്ടർ ഉള്ളത് കൊണ്ട് തന്നെ എന്താണ്, വേജസ് ഒരിക്കലും ഫ്ലെക്സിബിളായിട്ട് താഴേക്ക് കുറയത്തില്ല. മറിച്ച് ഇറ്റ് ക്യാൻ ഇൻക്രീസ് ഫ്ലെക്സിബിളി അപ്വേർഡ്സ്. അതായത് അതിനെ ഫ്ലെക്സിബിളായിട്ട് ഇൻക്രീസ് ചെയ്യാൻ പറ്റും, പക്ഷേ അങ്ങനെ ഒരിക്കലും താഴോട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ സാധിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം വിൽ ബി അറ്റൈൻഡ് ആസ് സച്ച്. ദ ഡിമാൻഡ് ഫോർ ലേബർ ഈസ് ലൈക്ക് ദിസ് ആൻഡ് സപ്ലൈ ഓഫ് ലേബർ വിൽ ബി ലൈക്ക്. ഡിമാൻഡ് ചേഞ്ച് ചെയ്യുന്നതനുസരിച്ചായിരിക്കും ഇക്വിലിബ്രിയം എംപ്ലോയ്മെൻറ്റ് ലെവൽസ് കൺസിഡർ ചെയ്യപ്പെടുന്നതെന്നുള്ളതാണ് പറയുന്നത്. ഓക്കെ. Then there is a positive relationship between wage and working hours. സ്വാഭാവികമായിട്ട് നമ്മളുടെ വർക്കിംഗ് അവർ കൂടുന്നതിനനുസരിച്ച് വേജ് കൂടുതലാകും എന്നുള്ളതാണ് പറയുന്നത്. Then now we are going to discuss how the economic equilibrium is achieved in the Keynesian economics. അതായത് കെയ്നീഷ്യൻ എക്കണോമിക്സിൽ എക്കണോമിക് സിസ്റ്റത്തിൻ്റെ ഇക്വിലിബ്രിയം എപ്രകാരമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ആസ് വി ഹാവ് സെഡ്, if we are taking the case of closed economy, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ പോലെ ക്ലോസ്ഡ് എക്കോണമി എന്ന് പറഞ്ഞാൽ 2 സെക്ടറേ ഉള്ളൂ, ഹൗസ് ഹോൾഡും ഫേമും. അപ്പോൾ ആ 2 സെക്ടർ ഉള്ളപ്പോൾ എങ്ങനെയാണ് എക്കണോമി ഇക്വിലിബ്രിയത്തിലാവുന്നത്? സ്വാഭാവികമായിട്ടും ഇറ്റ് വിൽ ബി ദ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയം ആസ് ദിസ് I is equal to S. This is what called as the savings investment equilibrium. Okay. So സ്വാഭാവികമായിട്ടും അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈയോട് ഇക്വലൻ്റ് ആവുന്ന സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയമാണ് എന്താണ് ഔട്ട്പുട്ട് ഒരു ക്ലോസ്ഡ് എക്കോണമിയിലെ ഇക്വിലിബ്രിയം പോയിൻ്റ് എന്ന് നമ്മൾ പറഞ്ഞത്. പക്ഷേ കെയ്ൻസ് പറയുന്നത് എന്താണ്, എപ്പോഴും ഈ ഇൻവെസ്റ്റ്മെൻറ്റ് സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല. ഈ ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാവുന്ന തരത്തിലേക്ക് ഒരിക്കലും സഫിഷ്യൻ്റ് ആയിരിക്കത്തില്ല എന്നുള്ളതാണ് പറയുന്നത്. കാരണം സ്വാഭാവികമായിട്ടും ആളുകൾ സേവ് ചെയ്യുന്നതെല്ലാം ഇൻവെസ്റ്റ് ചെയ്യണമെന്ന് നിർബന്ധമില്ല. സേവ് ചെയ്യുന്നത് കൂടുതൽ സേവ് ചെയ്ത് തന്നെ വെക്കാം, അല്ലെങ്കിൽ മറ്റേതെങ്കിലും അസറ്റ്സിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ സ്വാഭാവികമായിട്ടും എന്ത് പറ്റും, ആ ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ എപ്പോഴും ഈക്വലൻ്റ് ആയിട്ട് തന്നെ നിൽക്കണം. അതായത് എക്കോണമി ഇക്വിലിബ്രിയത്തിലേക്ക് എത്തിക്കുന്ന ഒരു ലെവലിലേക്ക് ഇൻവെസ്റ്റ്മെൻറ്റ് ഉണ്ടാകണം എന്ന് യാതൊരു നിർബന്ധവുമില്ല കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. ദാറ്റ് ഈസ് എ റിയാലിറ്റി. ബിക്കോസ് നമ്മൾ പറഞ്ഞ പോലെ ബിക്കോസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ MEC വിച്ച് ഈസ് ദ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി. നമ്മൾ കഴിഞ്ഞ തൊട്ട് മുമ്പത്തെ സ്ലൈഡിൽ പറഞ്ഞ പോലെ ആ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റബിലിറ്റി, ആളുകളുടെ എക്സ്പെക്റ്റേഷൻ എപ്പോൾ വേണേലും ചേഞ്ച് ചെയ്യാം. ആ ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് എന്ത് പറ്റും, ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി ചേഞ്ച് ചെയ്യും. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് ഹൈലി വോളറ്റൈൽ ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് കണ്ടിന്യൂസ്ലി ചേഞ്ചിങ് ആകാനുള്ള സാധ്യതയുണ്ടാവും. സോ ബേസിക്കലി ഇൻവെസ്റ്റ് ചെയ്യണം എന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ എന്ത് പറ്റും, ആൻഡ് ഹിയർ വി സേസ് ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴായിരിക്കും ഫേം എന്താണ് ലേബറിനെ ഹയർ ചെയ്യുന്നത്. അതായത് ഡിമാൻഡ് ഫോർ ലേബർ കംസ് ഫ്രം ദ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് കണ്ടിന്യൂസ്ലി വോളറ്റൈൽ ആകുമ്പം എന്ത് പറ്റും, എംപ്ലോയ്മെൻറ്റും ഫുൾ എംപ്ലോയ്മെൻറ്റ് ആകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. ഇൻവെസ്റ്റ്മെൻറ്റ് കുറയുമ്പോൾ എംപ്ലോയ്മെൻറ്റ് കുറയും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പം എംപ്ലോയ്മെൻറ്റ് കൂടും. അപ്പോൾ അങ്ങനെ ഒരു ലെവലിലേക്കായിരിക്കും എന്ത് എക്കണോമിയിൽ ഇക്വിലിബ്രിയം വരുന്നത്. സോ എക്കണോമി ഇക്വിലിബ്രിയത്തിലായാൽ പോലും കംപ്ലീറ്റ് ആയിട്ട് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ ഉണ്ടാകണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. സോ ദാറ്റ് ഈസ് വാട്ട് ദ മേജർ റീസൺ ബിഹൈൻഡ് വൈ ദെയർ ഈസ് അൺഎംപ്ലോയ്മെൻറ്റ് വെൻ ദ എക്കോണമി ഈസ് ഇൻ ഇക്വിലിബ്രിയം. എക്കോണമി ഇക്വിലിബ്രിയത്തിലാവുമ്പോഴും അൺഎംപ്ലോയ്മെൻറ്റ് ഉണ്ടാകുന്നത് ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ ചേഞ്ചസ് മൂലം കൊണ്ടാണ് എന്നുള്ളതാണ്. പിന്നെ അതുപോലെ തന്നെ ആ വേജസിൽ ഉണ്ടാകുന്ന ചേഞ്ചസും. ദ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. അപ്പോഴാണ് കെയ്ൻസ് പറയുന്നത് എന്ത്, എക്കോണമിയുടെ ഇക്വിലിബ്രിയം എന്ന് പറയുന്നത് മിയർ അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈ ഇക്വലൻസിയോ അല്ലെങ്കിൽ സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയോ അല്ല. ക്ലാസിക്കൽ സ്കൂൾ പറഞ്ഞ എന്താണ്, സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയം ഈസ് ദ സോഴ്സ് ഓഫ് എക്കണോമിക് ഇക്വിലിബ്രിയം. പക്ഷേ കെയ്ൻസ് പറയുന്നത് ജസ്റ്റ് സേവിങ്സ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇക്വിലിബ്രിയം കൊണ്ട് ഒരിക്കലും എക്കോണമി ഇക്വിലിബ്രിയത്തിലാവത്തില്ല, മറിച്ച് ദർ ഈസ് വാട്ട് ക്യാൻ ബി കോൾഡ് ആസ് ദ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്. ശരിക്കും പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡിനെ പറ്റി ആദ്യമായിട്ട് പറഞ്ഞിട്ടുള്ളത് മാൽത്തസ് ആണ് പറയുന്നത്. പക്ഷേ ആ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡിനെ ശരിക്കും കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നത് ആരാണ്, കെയ്ൻസ് ആണ് പറയുന്നത്.
So what is the effective demand? Effective demand is achieved when aggregate supply price, that is ASP, is equal to ADP. അതായത് അഗ്രഗേറ്റ് സപ്ലൈ പ്രൈസ് ഈസ് ഈക്വൽ ടു അഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസ്. അതായത് അഗ്രഗേറ്റ് സപ്ലൈയുടെ പ്രൈസ് അഗ്രഗേറ്റ് ഡിമാൻഡിൻ്റെ പ്രൈസിനോട് ഇക്വലൻ്റ് ആവുമ്പോഴാണ് എന്ത് എഫക്റ്റീവ് ഡിമാൻഡ് അച്ചീവ് ചെയ്യുന്നതെന്നാണ് കെയ്ൻസ് പറയുന്നത്. ഇനി അഗ്രഗേറ്റ് സപ്ലൈ പ്രൈസും അഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസും എന്താണെന്ന് നോക്കാം. സോ അഗ്രഗേറ്റ് സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത് ഇറ്റ് ഈസ് ദ മിനിമം പ്രൈസ് ഗിവൺ ടു ദ ലേബർ. സോ എന്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്? ലേബറിന് കൊടുക്കുന്ന മിനിമം വേജ് റേറ്റ്, മിനിമം പ്രൈസ് ഓഫ് ലേബർ എന്നാണ് വേജ് റേറ്റ് ആണ്. സോ ആ ലേബറിന് ഓരോ ലെവൽ ഓഫ് എംപ്ലോയ്മെൻറ്റിലും കൊടുക്കുന്ന മിനിമം വേജ് ലെവൽ എത്രയാണ്, അതിനെയാണ് നമ്മൾ എന്ത് അഗ്രഗേറ്റ് സപ്ലൈ പ്രൈസ് എന്ന് പറയുന്നത്. ഇനി അഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസ് എന്താണ്? ഇറ്റ് ഈസ് ദ എക്സ്പെക്റ്റഡ് ഏണിങ്സ് ദാറ്റ് ഫേം ഏൺസ് അറ്റ് ഈച്ച് ലെവൽ ഓഫ് ഔട്ട്പുട്ട്. ഓരോ ലെവൽ ഓഫ് ഔട്ട്പുട്ടിലും ഫേംസിന് കിട്ടാവുന്ന ടോട്ടൽ റവന്യൂ, അതാണ് എന്ത് അഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസ് എന്ന് പറയുന്നത്. സ്വാഭാവികമായിട്ടും ഫേമിൻ്റെ ഏണിങ്സ് കൂടുന്നതിനനുസരിച്ച് വേജ് റേറ്റ് കൂടും. ആ വേജ് റേറ്റ് കൂടുക എന്നുള്ളത് എന്താണ്? അതായത് അവിടെ വരുന്നത് എങ്ങനെയാണ്? ലേബർ ഡിമാൻഡ് കൂടുകയാണ്, അപ്പോൾ വേജ് റേറ്റ് കൂടും. സ്വാഭാവികമായിട്ടും വേജ് റേറ്റ് കൂടുമ്പോൾ കൺസംഷൻ കൂടും, ഡിമാൻഡ് കൂടും, ഈ ഔട്ട്പുട്ട്സിൻ്റെ കൺസംഷൻ കൂടും. അങ്ങനെ ആ ഒരു ലെവൽ, ഒരു പർട്ടിക്കുലർ ലെവലിൽ ഇവർക്ക് കിട്ടുന്ന വേജ് റേറ്റ് ഈസ് ദാറ്റ് മച്ച് ഹൈ ദാറ്റ് ദേ ആർ ഏബിൾ ടു കൺസ്യൂം ദ ഔട്ട്പുട്ട് മച്ച് ഹയർ ലെവൽ. ആൻഡ് ദാറ്റ് ലെവലിൽ വരുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത്? അഗ്രഗേറ്റ് സപ്ലൈ പ്രൈസ് ഈസ് ഈക്വൽ ടു അഗ്രഗേറ്റ് ഡിമാൻഡ് പ്രൈസ് ആൻഡ് ദ എക്കോണമി വിൽ ബി ഇൻ ദ ഇക്വിലിബ്രിയം. ബട്ട് നമ്മൾ പഠിച്ചിട്ടുള്ളൊരു സാധനമുണ്ട്, എന്താണ്? ഷോർട്ട് റണ്ണിൽ നമ്മളെപ്പോഴും ഇൻവെസ്റ്റ്മെൻറ്റിനെ ഫിക്സഡ് ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അതായത് നമ്മൾ പഠിച്ചിട്ടുള്ള സാധനം എന്താണ്? Y ഈസ് ഈക്വൽ ടു C+I ബാർ. ഇങ്ങനൊരു ഐഡൻറ്റിറ്റി നമ്മൾ പഠിച്ചിട്ടുണ്ട്. അതായത് ഐ എപ്പോഴും ഫിക്സഡ് ആയിട്ടായിരിക്കും നിർത്തുന്നത്. ഈ ഐ അങ്ങനെ അത്ര പെട്ടെന്ന് തീരത്തില്ല. ആൻഡ് ദാറ്റ് ഈസ് വൈ വി ഹാവ് കോൾഡ് ഇറ്റ് ആസ് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻ ദ എക്കോണമി. ആ ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറയുന്നത് പ്രീ ഡിറ്റർമൈൻഡ് ആണ്, ഓൾറെഡി ഫിക്സ്ഡ് ആയിട്ടുള്ള ലെവലാണ്. സോ ഈ ഫിക്സ്ഡ് ആയിട്ടുള്ള ലെവലിൽ എന്താ സംഭവിക്കുന്നത്? ഈ ചേഞ്ചസ് ഒരിക്കലും ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കണ്ടിന്യൂസ്ലി ചേഞ്ച് ആകാതെ നിൽക്കുന്നത് കൊണ്ട് എന്ത് സംഭവിക്കും? ഈ എഫക്റ്റീവ് ഡിമാൻഡ് നമുക്ക് ഒരിക്കലും അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്നുള്ളതാണ് പറഞ്ഞിരിക്കുന്നത്. ദാറ്റ് ഈസ് there can be changes in income which is basically driven by change in the consumption because investment is lying fixed. So what happens is that investment varthilla mariche the entire thing, the remaining thing will be saved. So what happens is that savings will be greater than investment എന്നുള്ളൊരു സാഹചര്യം വരും. അപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ എന്താണ്? സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് വരുമ്പോഴേ ഇക്വിലിബ്രിയം വരത്തുള്ളൂ എന്നാണ് പറഞ്ഞത്. പക്ഷേ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിക്സഡ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എന്ത് പറ്റും? സേവിങ്സ് എക്സീഡ്സ് ദ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ ദിസ് ഇക്വിലിബ്രിയം നമുക്കൊരിക്കലും അച്ചീവ് ചെയ്യാൻ സാധിക്കത്തില്ല. അതുകൊണ്ടാണ് നമ്മളെന്ത് എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് പറയുന്നത്. അപ്പം ഈ ഇൻവെസ്റ്റ്മെൻറ്റിൻ്റെ കുറവ് വിത്ത് റെസ്പെക്ട് ടു ദ സേവിങ്സ്, അതാണ് എന്ത് എക്കണോമിയിലൊരു ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം കൊണ്ടുവരുന്നതിന് പ്രശ്നമായി നിൽക്കുന്നത്. ആൻഡ് ദാറ്റ് ഈസ് വൈ കെയ്നീഷ്യൻ പ്രൊപ്പോസ്ഡ് എ അൺഎംപ്ലോയ്മെൻറ്റ് ലെവൽ ഫുൾ ഇക്വിലിബ്രിയം എന്നുള്ള ഒരു കണ്ടീഷൻ. അതായത് ഇക്വിലിബ്രിയം വിത്ത് അൺഎംപ്ലോയ്മെൻറ്റ് അല്ലെങ്കിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്നുള്ളതാണ് പറയുന്നത്. So there is discrepancy between actual demand and effective demand. Actual demand is what? Actual demand എന്ന് പറയുന്നത് y is equal to C+I bar ആയിരിക്കും ആക്ച്വൽ ഡിമാൻഡ്. എഫക്റ്റീവ് ഡിമാൻഡ് വരുന്നത് എപ്പോഴാണ്? y is equal to C+I എന്നുള്ള ഒറിജിനൽ ലെവലിലായിരിക്കും വരുന്നത്. സോ C+S എടുക്കുന്നു നമ്മൾ. അപ്പം C+I bar is equal to C+S എന്ന് എടുക്കുന്നു. സ്വാഭാവികമായിട്ട് സിയും സിയും വെട്ടിപ്പോന്നു. I bar is fixed, but an increase in income or the output level brings only a change in the savings only because investment remains the fixed. So investment fixed ആയിട്ട് ഇരിക്കുന്നതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ഇൻവെസ്റ്റ്മെൻറ്റ് വിൽ ബി ലെസ് ദാൻ സേവിങ്സ് ആൻഡ് ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് when the economy is working according to the principles. So നമുക്കറിയാവുന്ന പോലെ എപ്പോഴും എന്താണ് ആക്ച്വൽ ഡിമാൻഡും എഫക്റ്റീവ് ഡിമാൻഡ്, അതായത് എഫക്റ്റീവ് ഡിമാൻഡ് എന്ന് പറയുന്നത് എന്താണ്? എക്കോണമിയിൽ ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം കൊണ്ടുവരാൻ പറ്റുന്ന ഡിമാൻഡ് ലെവൽ. പക്ഷേ ആക്ച്വൽ ഡിമാൻഡ് എപ്പോഴും ഈ എഫക്റ്റീവ് ഡിമാൻഡിനേക്കാൾ കുറവായിരിക്കും. അതുകൊണ്ടാണ് എക്കോണമിയിൽ അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം വരുന്നതെന്നാണ് കെയ്നീഷ്യൻസ് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് ദിസ് ഡിഫറൻസ് ദാറ്റ് ലീഡ്സ് ടു വാട്ട് വി കോൾ കെയ്നീഷ്യൻ ക്രോസ്. അതായത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള അടുത്ത പോയിൻ്റാണ് എന്ത്? കെയ്നീഷ്യൻ ക്രോസ്. ഈ ഒരു ഡിസ്ക്രിപ്പൻസി വാട്ട് യൂഷ്വലി ഹാപ്പൻസ് ഈസ് ആക്ച്വൽ ഡിമാൻഡ് വി ടേക്സ് ദിസ് ആസ്
ഈസ് എഫക്റ്റീവ് ഡിമാൻഡ്. അതായത് ആക്ച്വൽ ഡിമാൻഡ് എന്ന് പറയുന്നത് എപ്പോഴും എഫക്റ്റീവ് ഡിമാൻഡിനേക്കാൾ കുറവായതുകൊണ്ടാണ് എന്ത് കിട്ടുന്നത്, നമുക്ക് അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം കിട്ടുന്നത്, ഇക്വിലിബ്രിയം ഓഫ് എക്കോണമി. അതായത് ഈ ഒരു സാഹചര്യം കൊണ്ടാണ് നമുക്ക് എന്ത് പറ്റുന്നത്, അണ്ടർഎംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ഓഫ് എക്കോണമി കിട്ടുന്നത്. ആൻഡ് ദിസ് പർട്ടിക്കുലർ കൺസെപ്റ്റ് ഈസ് ദ ഫൗണ്ടേഷൻ ഫോർ വാട്ട് വി ആർ ഗോയിങ് ടു ഡിസ്കസ് നെക്സ്റ്റ്, ദ കെയ്നീഷ്യൻ ക്രോസ്. അതായത് എക്കോണമിയിൽ എന്തുകൊണ്ട് ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം കിട്ടുന്നില്ല, ആ കിട്ടാത്ത സാഹചര്യങ്ങളിൽ എക്കോണമിക്ക് എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടാൻ പറ്റുന്നു, ആ കാര്യങ്ങളാണ് എന്ത് കെയ്നീഷ്യൻ ക്രോസിൽ പറയുന്നത്. സോ വി ആർ ഗോയിങ് ടു സീ വാട്ട് ഈസ് ദ Keynesian cross or what is the concept of Keynesian cross. So Keynesian cross comes from the intersection of two upward sloping straight line representing the actual GDP or the output with respect to the potential GDP or output. Actual GDP എന്താണ്, എക്കോണമിയിൽ അവൈലബിൾ ആയിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ലെവൽ വെച്ച് ഫേംസിനെയും എല്ലാ റിസോഴ്സസിനെയും ഒക്കെ എംപ്ലോയ് ചെയ്ത് ഫേംസ് നടത്തുന്ന ഔട്ട്പുട്ട് പ്രൊഡക്ഷൻ, ആ പ്രൊഡക്ഷനെയാണ് നമുക്ക് എന്ത് പറയുന്നത്, ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. അതായത് വെൻ ദ വിത്ത് ദ അവൈലബിൾ ഇൻവെസ്റ്റ്മെൻറ്റ് വെൻ ദ റിസോഴ്സസ് ആർ എംപ്ലോയ്ഡ് ആൻഡ് റിസൾട്ടൻ്റ്ലി ആൻഡ് ഔട്ട്പുട്ട് ഈസ് പ്രൊഡ്യൂസ്ഡ്, അതിനെ നമ്മൾ ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് എന്താണ്, വെൻ ഓൾ ദ റിസോഴ്സസ്, ആ ഓൾ ദ റിസോഴ്സസിൽ എന്താണ്, എംപ്ലോയിഡ് ആൻഡ് അൺഎംപ്ലോയിഡ് റിസോഴ്സസിനെ ഒരുമിച്ച് എംപ്ലോയ് ചെയ്താൽ എക്കോണമിയിൽ എത്ര ഔട്ട്പുട്ട് അല്ലെങ്കിൽ എത്ര GDP പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റും എന്നുള്ളതിനെയാണ് നമ്മൾ എന്ത് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. നമ്മൾ സ്വാഭാവികമായിട്ട് പറയുന്ന പോലെ ഒരാളുടെ പൊട്ടൻഷ്യൽ അതാണ്, പക്ഷേ അവൻ ശരിക്കും അത്രേ വർക്ക് ചെയ്യുന്നുള്ളൂ, അതുകൊണ്ടാണ് അവൻ്റെ പൊട്ടൻഷ്യൽ അച്ചീവ് ചെയ്യാൻ പറ്റത്തില്ല എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് എക്കോണമിയിൽ എപ്പോഴും എല്ലാ റിസോഴ്സസിനെയും എംപ്ലോയ് ചെയ്യുന്നില്ല. അങ്ങനെ വരുന്ന ആ സാഹചര്യത്തിൽ എത്ര റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്തിട്ടുണ്ടോ അത് വെച്ച് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്നതിനെ നമ്മൾ ആക്ച്വൽ എന്നും, എല്ലാ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെയും വെച്ച് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് എന്നും പറയുന്നുണ്ട്. സോ ആക്ച്വൽ GDP നമ്മൾ പറഞ്ഞത് റിയൽ ഇക്വിലിബ്രിയം ഇൻ ദ എക്കോണമിയിൽ ശരിക്കും നിലനിൽക്കുന്ന ഇക്വിലിബ്രിയം, അതായത് ഇക്വിലിബ്രിയം വിത്ത് സം ലെവൽ ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ്, അതിനെയാണ് ആക്ച്വൽ GDP എന്ന് പറയുന്നത്. പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത് എന്താണ്, വെൻ ഓൾ റിസോഴ്സസ് ആർ ഫുള്ളി ആൻഡ് ഒപ്റ്റിമലി യൂട്ടിലൈസ്ഡ്, അതായത് എല്ലാ റിസോഴ്സസിനെയും ഒപ്റ്റിമൽ യൂട്ടിലൈസേഷൻ നടത്തുമ്പോൾ കിട്ടുന്നതിനെയാണ് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. സോ ഇനി കെയ്നീഷ്യൻ ക്രോസ് എങ്ങനെയാണ് വരുന്നതെന്ന് നമുക്ക് നോക്കാം. ദിസ് ഈസ് ദ ഗ്രാഫ് ഓഫ് കെയ്നീഷ്യൻ ക്രോസ്. ദിസ് ഈസ് ദ കെയ്നീഷ്യൻ ക്രോസ്. ഇവിടെ ഇതിനെ നമ്മൾ പൊട്ടൻഷ്യൽ എന്നും ഇതിനെ നമ്മൾ ആക്ച്വൽ എന്നും വിളിക്കുന്നു. ഓക്കെ, സോ ഇതെന്താണ്, ഈ ഒരു കെയ്നീഷ്യൻ ക്രോസിൻ്റെ കൺസെപ്റ്റിൽ നിന്ന്, അതായത് ഈ പോയിന്റിൽ നിന്ന് വരയ്ക്കുന്ന ഈ ഒരു ലൈൻ, അതായത് ഫ്രം ദ ഒറിജിൻ, ഈ ഒറിജിനിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന ലെവലിനെയാണ് നമ്മൾ എന്ത് പൊട്ടൻഷ്യൽ GDP എന്ന് പറയുന്നത്. വേറാസ് എക്സ് ആക്സിസിൽ കുറച്ച് മുകളിലേക്ക് പോയി വരുന്നത്. ഇവിടെ എന്തുകൊണ്ടാണ് ഇത് വരുന്നത്, ദിസ് ഈസ് ബിക്കോസ് ഓഫ് ദ ഓട്ടോണോമസ് കൺസംഷൻ പ്ലസ് ഓട്ടോണോമസ് ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മേക്കിംഗ് ദിസ് ഇൻ്റർസെപ്റ്റ്. ഇതിനെ നമ്മൾ ഇൻ്റർസെപ്റ്റ് എന്ന് വിളിക്കും. ഈ വൈ ആക്സിസിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന പോയിന്റിനെ നമ്മൾ എന്ത് ഇൻ്റർസെപ്റ്റ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, സോ ആ ഒരു ഇൻ്റർസെപ്റ്റ് ലെവലിൽ, so basically start from there, അതായത് even if the income or the real GDP is zero, there is a minimal level of consumption and investment in the economy. So economy will actually start from here. But what happens is that പൊട്ടൻഷ്യൽ GDP എടുക്കുമ്പോൾ സീറോ ലെവലിൽ നിന്ന് ഓരോ റിസോഴ്സസിനെയും എംപ്ലോയ് ചെയ്ത് ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുന്ന ലെവലിനെയാണ് നമ്മൾ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത്. സോ ഈ രണ്ട് ലെവലിനെ ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റ് ഇതാണ് എന്ത് എക്കോണമിയുടെ ഒരു ഇക്വിലിബ്രിയം ലെവൽ, ഒരു ആക്ച്വൽ ഇക്വിലിബ്രിയം ലെവൽ എന്ന് നമുക്ക് പറയാൻ സാധിക്കുന്നത് എപ്പോഴും എന്താണ് E എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. സോ ഈ ഇൻ്റർസെക്ഷൻ പോയിൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ത് നമ്മൾ ഡിഫ്ലേഷണറി ഗ്യാപ്പും ഇൻഫ്ലേഷണറി ഗ്യാപ്പും പറയുന്നത്, അല്ലെങ്കിൽ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ആ കൺസെപ്റ്റ്സ് ഓഫ് ഇൻഫ്ലേഷണറി ഗ്യാപ്പ് ആൻഡ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് അതിനെ നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് എന്ത് ഈ കെയ്നീഷ്യൻ ക്രോസിൻ്റെ ബേസിസിലാണ്. ഓക്കെ, സോ ദ പോയിന്റ് ഓഫ് ഇൻ്റർസെക്ഷൻ ഇൻ ദ കെയ്നീഷ്യൻ ക്രോസ് ഈസ് ദ E. നമ്മൾ വരച്ചേക്കുന്ന സർക്കിൾ ചെയ്തേക്കുന്ന പോയിന്റ് E ആണ്. ഈ പോയിന്റിന് ലെഫ്റ്റിലേക്ക് നോക്കുക, ഔട്ട്പുട്ട് ഈസ് ലെസ് ദാൻ ദ അഗ്രഗേറ്റ് എക്സ്പെൻഡിച്ചർ. ദാറ്റ് ഈസ് നമ്മൾ സ്പെൻഡ് ചെയ്യുന്നതിനേക്കാൾ കുറവാണ് ഔട്ട്പുട്ട്. സ്വാഭാവികമായിട്ട് എന്തായിരിക്കും അവിടെ സംഭവിക്കുന്നത്, വാട്ട് ഇറ്റ് വിൽ ബി കോൾഡ് ആസ് എന്താണ് നമുക്കറിയാവുന്ന പോലെ നമുക്ക് മാക്സിമം പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഔട്ട്പുട്ട് കുറവാണ് എന്ന് പറയുന്നു. അതിനെ എന്തെന്ന് വിളിക്കാം നമുക്ക്, ദാറ്റ് വി കോൾസ് ആസ് ദ
ഡിഫ്ലേഷണറി ഗ്യാപ്പ്. കണ്ടില്ലേ? ഇറ്റ് എമേർജസ് വെൻ ആക്ച്വൽ ജി ഡി പി ഈസ് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ ജി ഡി പി. നമ്മളുടെ പൊട്ടൻഷ്യൽ ജി ഡി പിയേക്കാൾ ആക്ച്വൽ ജി ഡി പി കുറവായി നിൽക്കുന്ന സാഹചര്യം. അതായത് ഈ പോയിന്റിൽ നോക്കുക, ഇവിടെ നോക്കുമ്പോൾ ഈ ഒരു സാഹചര്യം വരുന്നു. അപ്പം ആ പൊട്ടൻഷ്യൽ ജി ഡി പി എന്താണ്, ആക്ച്വൽ ജി ഡി പിയേക്കാൾ വലുതായിരിക്കുന്ന സാഹചര്യം, അവിടെയാണ് നമുക്ക് എന്ത് ഡിഫ്ലേഷണറി ഗ്യാപ്പ് വരുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്യുമ്പോൾ അത് വെച്ച് ശരിക്കും പ്രൊഡ്യൂസ് ചെയ്യേണ്ട ഔട്ട്പുട്ട് 10 ആയിരിക്കും. പക്ഷെ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്നത് 8 മാത്രമാണ് എങ്കിൽ അവിടെ എന്ത് പറ്റും, അവിടെ ഒരു ഔട്ട്പുട്ടിന് കുറച്ച് കുറവുണ്ടാകും എന്നുള്ളതാണ് പറയുന്നത്. സോ അതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നത്? ബിക്കോസ് സ്പെൻഡിങ് ഈസ് ലെസ് ദാൻ ദ ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. നമ്മൾ ടോട്ടലായിട്ടുള്ള ഔട്ട്പുട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്, പക്ഷേ ആ ടോട്ടൽ ഔട്ട്പുട്ടിനെയും ഒരു ഡിമാൻഡ് ചെയ്യുന്ന അത്രയും സ്പെൻഡിങ് നമുക്ക് ഉണ്ടാകുന്നില്ല. സോ സ്വാഭാവികമായിട്ടും എന്താണ്, എക്കോണമിയിൽ നമുക്കൊരു ചെറിയൊരു റിസഷണറി ഒരു ഇതുണ്ടാവും. അതായത് കുറച്ചൊരു ഡിമാൻഡ് കുറയുന്ന സാഹചര്യം വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഫേംസ് പ്രൊഡക്ഷൻ കുറയ്ക്കും. ആ പ്രൊഡക്ഷൻ കുറയ്ക്കുമ്പം എംപ്ലോയ്മെൻറ്റ് കുറയും. എംപ്ലോയ്മെൻറ്റ് കുറയുമ്പോൾ ഇൻകം കുറയും. ഇൻകം കുറയുമ്പോൾ സ്വാഭാവികമായിട്ടും ഡിമാൻഡ് കുറയുന്നതുകൊണ്ട് തന്നെ എന്താണ് ഡിഫ്ലേഷണറി പ്രഷേഴ്സ്. അതായത് വലിയ ഡിമാൻഡ് ഇല്ലാത്തതുകൊണ്ട് തന്നെ ആളുകൾക്ക് പ്രൈസസിനൊന്നും വലിയ ചേഞ്ച് കുറഞ്ഞേ വരത്തുള്ളൂ. ഡിമാൻഡ് ഇല്ലാത്തപ്പോൾ പ്രൈസ് കുറയുന്നു എന്നുള്ള പോലെ എന്താണ് ഡിഫ്ലേഷണറി പ്രഷേഴ്സ്. എക്കോണമിയിലെ ഒരു സ്പെൻഡിങ് കപ്പാസിറ്റി കുറയുന്ന ഒരു സാഹചര്യത്തിനാണ് നമ്മൾ ഡിഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത്. ഇനി ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എപ്പോഴാണ്? ശരിക്കുമുള്ള നമ്മളുടെ ഔട്ട്പുട്ട്, ദാറ്റ് ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട്. അതായത് നമ്മൾ ശരിക്കും ഇപ്പോൾ റിസോഴ്സസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മളുടെ അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസിനെ എംപ്ലോയ് ചെയ്ത് നമ്മൾ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുന്ന ആക്ച്വൽ ഔട്ട്പുട്ട് എന്ന് പറയുന്നത് പൊട്ടൻഷ്യൽ ഔട്ട്പുട്ടിനേക്കാൾ മുകളിലാണ്. അങ്ങനെ വരുമ്പോഴത്തേക്കും എന്താണ് പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ദ റിയൽ കപ്പാസിറ്റി ഓഫ് ദ എക്കോണമി ഈയേക്കാൾ കൂടുതലാണ്. ശരിക്കും പറഞ്ഞാൽ ഒരു എക്കോണമിക്ക് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാൾ പ്രൊഡക്റ്റ് ചെയ്ത കപ്പാസിറ്റിയേക്കാൾ നമ്മൾ കൂടുതൽ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് സംഭവിച്ചിരിക്കുന്നത്, നമ്മളുടെ സ്പെൻഡിങ് അവിടെ ഔട്ട്പുട്ടിനേക്കാൾ കൂടുതലായിരിക്കും. നമ്മുടെ കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് എക്സ്പെൻഡിച്ചർ ഈസ് ഹയർ ദാൻ ദ വാട്ട് ആക്ച്വലി ഔട്ട്പുട്ട് പ്രൊഡ്യൂസ്ഡ്. സോ വാട്ട് ഹാപ്പൻസ് ഈസ് ദാറ്റ് ദിസ് increase in the consumption and investment actually leads to increase in the income എന്നുള്ള സാഹചര്യം. സോ ഇൻകം കൂടുതലാണ്, നമ്മളുടെ ഡിമാൻഡ് ഈസ് ഗ്രേറ്റർ ദാൻ സപ്ലൈ എന്നുള്ള സിറ്റുവേഷൻ വരുന്നു. സോ എന്ത് പറ്റും, സ്വാഭാവികമായിട്ടും പ്രൈസസ് കൂടി ഇൻഫ്ലേഷണറി പ്രഷേഴ്സ് വരും എന്നുള്ളതാണ് പറയുന്നത്. ആൻഡ് ദാറ്റ് ഈസ് കോൾഡ് ദ ഇൻഫ്ലേഷണറി ഗ്യാപ്പ്. ആൻഡ് ഡിഫ്ലേഷണറി ഗ്യാപ്പ് എന്ന് പറയുന്നത് ആക്ച്വൽ ഔട്ട്പുട്ട് ലെസ് ദാൻ ദ പൊട്ടൻഷ്യൽ ജി ഡി പി വരുമ്പോൾ ഡിഫ്ലേഷണറി ഗ്യാപ്പും ആക്ച്വൽ ഔട്ട്പുട്ട് ഈസ് ഗ്രേറ്റർ ദാൻ ദ പൊട്ടൻഷ്യൽ ഔട്ട്പുട്ട് ആകുമ്പോൾ നമ്മൾ എന്തിനെ പറയും, അതിനെ ഇൻഫ്ലേഷണറി ഗ്യാപ്പ് എന്നും പറയും. സോ നൗ അപ് ടു ദിസ് പർട്ടിക്കുലർ പോയിന്റ് എന്താണ് കെയ്നീഷ്യൻസ്? കെയ്നീഷ്യൻസിൻ്റെ ലേബർ മാർക്കറ്റ് അസംഷൻസ് എന്തൊക്കെയായിരുന്നു? കെയ്നീഷ്യൻസിൻ്റെ ലേബർ മാർക്കറ്റ് ഇക്വിലിബ്രിയം എന്താണ്? ദ പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ്, പിന്നെ കെയ്നീഷ്യൻ ക്രോസ്. ഇത്രയും കൺസെപ്റ്റ് വരെയാണ് നമ്മളിപ്പോൾ പഠിച്ചത്. ഇനി അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം. സോ ഹൂ ഈസ് ദ എക്കണോമിസ്റ്റ് അസോസിയേറ്റഡ് വിത്ത് ദ കെയ്നീഷ്യൻ എക്കണോമിക്സ്? നമുക്ക് ആ പേരിൽ തന്നെ അറിയാം, കെയ്നീഷ്യൻ എക്കണോമിക്സുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന എക്കണോമിസ്റ്റ് ആരാണ്? ഇറ്റ് ഈസ് ജോൺ മെയ്നാർഡ് കെയ്ൻസ്. ദെൻ ക്വസ്റ്റ്യൻ 2, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്? ഈ പറഞ്ഞിരിക്കുന്ന സ്റ്റേറ്റ്മെൻറ്റിൽ ഏതാണ് കറക്റ്റ്? കെയ്നീഷ്യൻ എക്കണോമിക്സ് എമേർജ് ആസ് റെസ്പോൺസ് ടു ക്ലാസിക്കൽ എക്കണോമിക്സ് ഇൻഎബിലിറ്റി ടു അഡ്രസ് അൺഎംപ്ലോയ്മെൻറ്റ്. അതായത് ക്ലാസിക്കൽ എക്കണോമിക്സിനെ കൊണ്ട് അൺഎംപ്ലോയ്മെൻറ്റിനെ സോൾവ് ചെയ്യാൻ പറ്റാതെ വരുമ്പോൾ അതിനെ കൗണ്ടർ ചെയ്തുകൊണ്ട് വന്നതിനാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് എന്ന് പറയുന്നത്. സെക്കൻഡ് സ്റ്റേറ്റ്മെൻറ്റ്, കെയ്ൻസ് എക്കണോമിക്സ് സജസ്റ്റ് വേജസ് ആർ റിജിഡ് അപ്വേർഡ് ബട്ട് ഫ്ലെക്സിബിൾ ഡൗൺവേർഡ്. അപ്വേർഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പാടാണ്, പക്ഷേ ഡൗൺവേർഡിലേക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ എളുപ്പമാണ്. കുറയാൻ എളുപ്പമാണ്, കൂടാനാണ് പാട്. പിന്നെ മൂന്നാമത്തെ, കെയ്ൻസ് ബിലീവ് ദാറ്റ് മണി ഈസ് ന്യൂട്രൽ ആൻഡ് ഡസൻറ്റ് ഹാവ് റിയൽ എഫക്ട്സ് ഓൺ ദ എക്കോണമി. മണി ന്യൂട്രലാണ്, എക്കോണമിയിൽ റിയൽ എഫക്ട്സ് ഇല്ല എന്നുള്ളതാണ് പറയുന്നത്. ഏതൊക്കെയാണ് ശരിയായിട്ടുള്ളത്? നമുക്കറിയാം, ക്ലാസിക്കൽസിനെ കൗണ്ടർ ചെയ്തുകൊണ്ടാണ് കെയ്ൻസ് വന്നത്. സോ ദാറ്റ് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് കറക്റ്റ്. രണ്ടാമത്തെ, കെയ്നീഷ്യൻ എക്കണോമിക്സ് സജസ്റ്റ് ദാറ്റ് വേജസ് ആർ റിജിഡ് അപ്വേർഡ് ബട്ട് ഫ്ലെക്സിബിൾ ഡൗൺവേർഡ്. ആണോ? അല്ല. നമ്മൾ പഠിച്ച പോലെ ദിസ് ഈസ് ദ supply of labor and this is the demand for labor. So it is rigid downward and flexible upward എന്നുള്ളതാണ് പഠിച്ചിരിക്കുന്നത്. So that statement is wrong. Then Keynes believed that money is neutral and doesn't have real effects. ഇത് ആരുടെയാണ്? ക്ലാസിക്കൽസിൻ്റെ പ്രൊപ്പോസിഷൻ ആണ്. കെയ്ൻസ് ഇത് ശരിയാണെന്നാണ് പറയുന്നത്. So the answer is കെയ്ൻസ് ബിലീവ് ദാറ്റ് മണി ഈസ് ന്യൂട്രൽ എന്നാണ് പറയുന്നത്. ആക്ച്വലി കെയ്ൻസ് പറയുന്നത് മണി ഈസ് നോൺ ന്യൂട്രൽ ആണ് ആൻഡ് ഇറ്റ് ഹാവ് റിയൽ എഫക്ട്സ് ഓൺ ദ എക്കോണമിയാണ്. സോ ആൻസർ 1 ഓൺലി ഈസ് ദ റൈറ്റ് ആൻസർ. ദിസ് ഈസ് ദ ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി ക്ലാസിക്കൽ സ്കൂൾ ഓഫ് തോട്ടിൻ്റെ അസംഷൻ ആണ്. ദെൻ തേർഡ് ക്വസ്റ്റ്യൻ, കെയ്നീഷ്യൻ എക്കണോമിക്സ് ചലഞ്ച് ക്ലാസിക്കൽ എക്കണോമിക്സ് എബിലിറ്റി ഓർ ഇൻഎബിലിറ്റി ടു അഡ്രസ്. ഇൻഎബിലിറ്റി ആണ് കേട്ടോ, ഇറ്റ്സ് നോട്ട് എബിലിറ്റി, ഇറ്റ്സ് ഇൻഎബിലിറ്റി
ഇന്നബിലിറ്റി ടു അഡ്രസ്, ഏതിനെ അഡ്രസ്സ് ചെയ്യാനുള്ള ക്ലാസിക്കൽ എക്കണോമിക്സിൻ്റെ ഇന്നബിലിറ്റിയാണ് കെയ്ൻസ് ചലഞ്ച് ചെയ്യുന്നത്. ഇറ്റ് ഈസ് നൺ അതർ ദാൻ ദ അൺഎംപ്ലോയ്മെൻറ്റ്. നൗ Keynesian economics, what is the role of effective demand in achieving the equilibrium? Equilibrium achieve ചെയ്യുന്നതിൻ്റെ റോൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ റോൾ എന്തായിരുന്നു, അല്ലെങ്കിൽ എഫക്റ്റീവ് ഡിമാൻഡിൻ്റെ റോൾ എന്താണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. സോ ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് ത്രൂ ചേഞ്ചസ് ഇൻ പ്രൈസസ് ഓൺലി. പ്രൈസ് മാത്രമാണോ? അത് കംപ്ലീറ്റ്ലി ക്ലാസിക്കൽ സ്കൂളിൻ്റെ തോട്ടാണ്. പ്രൈസ് ആൻഡ് വേജ്, അതായത് നോമിനൽ വേരിയബിൾസിൻ്റെ ചേഞ്ച് കൊണ്ട് ഇക്വിലിബ്രിയം എസ്റ്റാബ്ലിഷ് ചെയ്യാമെന്നുള്ളത് ക്ലാസിക്കൽ സ്കൂളിൻ്റെ തോട്ടാണ്. ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് വെൻ അഗ്രഗേറ്റ് ഡിമാൻഡ് ഈക്വൽസ് അഗ്രഗേറ്റ് സപ്ലൈ. അഗ്രഗേറ്റ് ഡിമാൻഡ് അഗ്രഗേറ്റ് സപ്ലൈയോട് ഈക്വൽ ചെയ്യുമ്പോഴാണ് ഇക്വിലിബ്രിയം വരുന്നത്. ദെൻ ഇക്വിലിബ്രിയം ഡിപ്പെൻഡ്സ് ഓൺ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഓൺലി. ഇക്വിലിബ്രിയം വരണമെങ്കിൽ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണം എന്ന് ക്ലിയർ ആയിട്ട് പറയുന്നില്ല, പക്ഷേ എന്നിരുന്നാലും സാഹചര്യങ്ങളിൽ പറയുന്നുണ്ട്. ദാറ്റ് വി വിൽ ഡിസ്കസ് ലേറ്റർ. ദെൻ ഇക്വിലിബ്രിയം ഈസ് അച്ചീവ്ഡ് ത്രൂ ചേഞ്ചസ് ഇൻ ഇൻട്രസ്റ്റ് റേറ്റ് ഓൺലി. ഏതാണ് ആൻസർ? ദ ആൻസർ ഈസ് when aggregate demand is equal to aggregate supply. So basically aggregate demand is equal to aggregate supply. എവിടെ effective demandൽ aggregate demandും aggregate supplyയും equalize ചെയ്യപ്പെടണം. അങ്ങനെയാണെങ്കിൽ മാത്രമേ നമുക്ക് എന്ത് equilibrium achieve ചെയ്യാൻ പറ്റൂ എന്നുള്ളതാണ് Keynesians പറയുന്നത്. Then which of the following is not a major assumption of Keynesian economics? Keynesian economicsൻ്റെ major assumption ഏതാണ് ഇതിൽ അല്ലാത്തത് എന്നാണ്. Money is neutral and has no real effects. അതാരുടെയാണ്? ക്ലാസിക്കൽസിൻ്റെയാണ്. വർക്കേഴ്സ് സഫേഴ്സ് ഫ്രം മണി ഇല്യൂഷൻ. കറക്റ്റാണ്. കാരണം വർക്കേഴ്സിന് റിയൽ വാല്യൂ ഓഫ് മണി അറിയാൻ സാധിക്കത്തില്ല എന്നുള്ളത് കെയ്നീഷ്യൻസ് കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. സോ ദാറ്റ് ഓപ്ഷൻ ഈസ് റൈറ്റ് ഫോർ ദ കെയ്നീഷ്യൻ. Then equilibrium can exist with involuntary unemployment. Yes, that is also true. There is frictional and structural unemployment in the economy at equilibrium. So equilibrium can exist with the involuntary unemployment. It is a true statement for the Keynesian. Then investment is influenced by the expectations of profitability. That is also true. So the state idil edana Keynesian assumption allada, it is the first one, that is money is neutral and has no real effects. But Keynesians പറയുന്നതാണ് money is non-neutral and has real effects. Then which following statement is false? ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് false? According to Keynes, equilibrium in an economy is associated with full employment. ആണോ? അല്ല, അത് ക്ലാസിക്കൽസിൻ്റേത് മാത്രമാണ്. Then in the Keynesian model, savings are positively related to income. Yes, it's true. Then according to Keynes, investment depends solely on interest rate. ആണോ? അല്ല, investment depends on interest rate and MEC, the marginal efficiency of capital. So the answer is ഏതാണ്? false ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. So the answer is 1 and 3 is false. Only statement 2 is right. Now what does Keynesian growth represent? Keynesian growth എന്താണ് റെപ്രസെൻ്റ് ചെയ്യുന്നത്? നമ്മൾ പറഞ്ഞ പോലെ ആക്ച്വൽ ജി ഡി പിയുടെയും പൊട്ടൻഷ്യൽ ജി ഡി പിയുടെയും ഇൻ്റർസെക്ഷൻ ആണ് എന്ത് Keynesian growth എന്ന് പറയുന്നത്. Now what is the main discrepancy addressed by the Keynesian growth? Keynesian growthലെ discrepancy എന്താണ്? Difference between the actual GDP and the potential GDP. Then next question, which economist introduced the concept of principle of effective demand? Effective demand as such, അത് എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ള പേര് നൽകി അതിനെ കൃത്യമായിട്ട് പബ്ലിഷ് ചെയ്തത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് തന്നെയാണ്. ഈവൻ മാൽത്തസ് ഹാഡ് മെയ്ഡ് സം എന്താണ് ആദ്യമായിട്ടൊരു എഫക്റ്റീവ് ഡിമാൻഡ് എന്നുള്ളൊരു കൺസെപ്റ്റ് ആ പേരിലല്ല പുള്ളി പറഞ്ഞത്, പക്ഷേ ദർ ഈസ് സം ഫ്ലോ ഇൻ ദ ഡിമാൻഡ് സപ്ലൈ ഇക്വിലിബ്രിയം എന്നുള്ളൊരു കൺസെപ്റ്റ് പുള്ളി ഡിമാൻഡ് ഈസ് ദ മേജർ സോഴ്സ് ഓഫ് ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞത് മാൽത്തസ് ആണ്. പക്ഷേ അതിനെ കുറേ കൂടെ ഡെവലപ്പ് ചെയ്ത് പ്രിൻസിപ്പിൾ ഓഫ് എഫക്റ്റീവ് ഡിമാൻഡ് ആസ് സച്ച് എന്ന് ക്ലിയർ ആയിട്ട് പറഞ്ഞത് ജോൺ മെയ്നാർഡ് കെയ്ൻസ് ആണ്. ഓക്കെ, ദെൻ അക്കോർഡിംഗ് ടു കെയ്ൻ വാട്ട്സ് ഈസ് മൾട്ടിപ്ലയർ എഫക്റ്റ്? നമ്മൾ മൾട്ടിപ്ലയർ പഠിച്ചില്ല, പക്ഷേ മൾട്ടിപ്ലയർ അടുത്തൊരു ഇതിൽ പറയും. സോ മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? സ്വാഭാവികമായിട്ടും നമ്മളിപ്പോൾ മൾട്ടിപ്ലയർ പറയുന്നത് ഇത്രയാണ്, അതായത് മൾട്ടിപ്ലയർ ദ നെയിം ഇറ്റ്സെൽഫ് സേസ് ഇറ്റ് ഈസ് സംതിങ് മൾട്ടിപ്ലൈയിങ്. ഓക്കെ, സോ മൾട്ടിപ്ലൈയിങ് എന്ന് പറയുമ്പോഴത്തേക്കും മൾട്ടിപ്ലയർ എഫക്റ്റിൻ്റെ കാര്യം പറയുന്നത് എന്താണ്? സിംപ്ലി വെൻ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസസ് അല്ലെ കൺസംഷൻ ഇൻക്രീസസ്, so what happens is that there is a change in the spending, so there is an increase in spending if investment is increasing. So investment increase ചെയ്യുവാണെങ്കിൽ എന്ത് സംഭവിക്കും? that investment leads to increase in the labor demand, that is demand for labor increase, so the wage increase, then
കൺസംഷൻ ഇൻക്രീസ്. സ്വാഭാവികമായിട്ടും വേർ ദ ഡിമാൻഡ് ഫോർ ലേബർ ഇൻക്രീസ് ചെയ്യുമ്പോൾ എന്താണ് ശരിക്കും പറഞ്ഞാൽ ഔട്ട്പുട്ട് ഓൾസോ ഇൻക്രീസസ്. സോ എന്താണ് ഇവിടെ നോക്കുക, ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്തൊക്കെ സംഭവിച്ചു? ഒന്ന്, ലേബർ ക്ലാസ്സിൽ അവർക്ക് കൺസംഷൻ ഇൻക്രീസ് ചെയ്തു, എക്കോണമിയുടെ ലെവലിൽ ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തു. ആൻഡ് ദിസ് ഔട്ട്പുട്ട് വിൽ ഫർദർ ലീഡ്സ് ടു ഇൻക്രീസ് ഇൻ ദ ഇൻവെസ്റ്റ്മെൻറ്റ്. സോ എന്ത് സംഭവിക്കുന്നു? ഒരു ഫസ്റ്റ് ഇനീഷ്യൽ പോയിന്റിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്തപ്പോൾ എന്ത് പറ്റി? അവിടെ കൺസംഷനും ഔട്ട്പുട്ടും ഇൻക്രീസ് ചെയ്തു. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് മേ ബി ഇൻക്രീസ്ഡ് ബൈ 5 യൂണിറ്റ്സ്, ബട്ട് കൺസംഷൻ ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ 5 യൂണിറ്റ്സ് ആൻഡ് ഔട്ട്പുട്ട് ഈസ് ഓൾസോ ഇൻക്രീസ്ഡ് ബൈ 5 യൂണിറ്റ്സ്. സപ്പോസ് ജസ്റ്റ് ഒരു എക്സാമ്പിളാണ്. സോ ഇൻവെസ്റ്റ്മെൻറ്റ് ജസ്റ്റ് 5 ആയിട്ട് കൂടിയപ്പോൾ ടോട്ടൽ ഇൻക്രീസ് ഇൻ ദ എക്കണോമിക് ലെവൽ ഓഫ് ഇൻകം എത്ര ആയിട്ട് കൂടി? ഔട്ട്പുട്ടിൻ്റെയും കൺസംഷൻ്റെയും കൂടെ ചേർത്ത് 10 ആയിട്ട് കൂടി. ആ ഒരു കൺസെപ്റ്റിനെയാണ് നമ്മൾ മൾട്ടിപ്ലയർ എന്ന് പറയുന്നത്. സോ ആൻ ഇനീഷ്യൽ ഇൻക്രീസ് ഇൻ ദ സ്പെൻഡിങ് ലീഡ്സ് ടു ഹൗ മച്ച് ടൈംസ് ചേഞ്ച് ഇൻ ദ ഔട്ട്പുട്ട്. സിംപ്ലി പറയുകയാണെങ്കിൽ നെക്സ്റ്റ് സ്ലൈഡിൽ നമ്മളത് മൾട്ടിപ്ലയർ എഫക്റ്റ് എന്താണെന്ന് ക്ലിയർ ആയിട്ട് പറയും. പക്ഷേ സിംപ്ലി ഇത്രയേ ഉള്ളൂ, ആൻ ഇൻക്രീസ് ഇൻ ദ ഇനീഷ്യൽ സ്പെൻഡിങ് ലീഡ്സ് ടു ഹൗ മച്ച് ടൈംസ് ഇൻക്രീസ് ഇൻ ദ ടോട്ടൽ ഔട്ട്പുട്ട് ഇൻ ദ എക്കോണമി, അല്ലെ ടോട്ടൽ ഇൻകം ഇൻ ദ എക്കോണമി. അതുപോലെ തന്നെയാണ് തിരിച്ചും. ആൻഡ് ഡിക്രീസ് ഇൻ ദ ഇനീഷ്യൽ സ്പെൻഡിങ് ലീഡ്സ് ടു ഹൗ മച്ച് ടൈംസ് ഡിക്രീസ് ഇൻ ദ ടോട്ടൽ ഇൻകം ഓർ ഔട്ട്പുട്ട് ഇൻ ദ എക്കോണമി. അതിനെയാണ് നമ്മൾ ബേസിക്കലി മൾട്ടിപ്ലയർ എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ഇവിടെ ഏതായിരിക്കും അതിന് സ്യൂട്ടബിൾ ആയിട്ടുള്ളത്? ആൻഡ് ഇൻക്രീസ് ഇൻ ഗവൺമെൻറ് സ്പെൻഡിങ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ അഗ്രിഗേറ്റ് ഡിമാൻഡ്. ഇല്ല, ഒരിക്കലും ഏതെങ്കിലും ഒരു സ്പെൻഡിങ് കൂടുവാണെങ്കിൽ അവിടെ ഇൻക്രീസ് ആവത്തേ ഉള്ളൂ. ഹൗ മച്ച് ടൈംസ് ഇൻക്രീസ് ആവും എന്നുള്ളത് ഡിപ്പെൻഡിങ് ഓൺ various other factors that we will discuss in the upcoming slide. Then a decrease in consumption leads to decrease in investment. Okay, basically consumption decrease ചെയ്യുന്നതുകൊണ്ട് ഇൻവെസ്റ്റ്മെൻറ്റ് കുറയത്തില്ല, കൺസംഷൻ ഡിക്രീസ് ചെയ്യുന്നതുകൊണ്ട് ഇൻകത്തിലാണ് ചേഞ്ച് വരുന്നത്, ഇൻവെസ്റ്റ്മെൻറ്റിലല്ല. സോ ആൻഡ് ഇൻക്രീസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ലീഡ്സ് ടു ഡിക്രീസ് ഇൻ ഇൻകം ലെവൽ. ഒരിക്കലുമല്ല, കാരണം ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുവാണെങ്കിൽ ഒരിക്കലും ഇൻകം ലെവൽ കൂടത്തില്ല. സ്വാഭാവികമായിട്ട് ഔട്ട്പുട്ട് കൂടി എംപ്ലോയ്മെൻറ്റ് കൂടി ഇൻകം കൂടത്തേ ഉള്ളൂ. സോ ആൻഡ് ഇനീഷ്യൽ ഇൻക്രീസ് ഇൻ സ്പെൻഡിങ് ലീഡ്സ് ടു ലാർജ് ഇൻക്രീസ് ഇൻ ദ അഗ്രിഗേറ്റ് ഡിമാൻഡ് ആൻഡ് ഇൻകം. സോ സ്പെൻഡിങ് കൂടിയതിനനുസരിച്ച് അഗ്രിഗേറ്റ് ഡിമാൻഡ് കൂടി, ഇൻകം കൂടി. സോ ദ ഓപ്ഷൻ ഡി ഈസ് ദ റൈറ്റ് ആൻസർ. ദാറ്റ് ഈസ് വാട്ട് മൾട്ടിപ്ലയർ റെഫേഴ്സ് ടു. മൾട്ടിപ്ലയർ എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും എന്താണ്? എ ചേഞ്ച് ഇൻ ദ ഇനീഷ്യൽ സ്പെൻഡിങ് ദാറ്റ് ലീഡ്സ് ടു സർട്ടൻ ടൈംസ് ചേഞ്ച് ഇൻ ദ ഫൈനൽ ഇൻകം ഓർ ഔട്ട്പുട്ട്. Now, which of the following statement is not true? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ അല്ലാത്ത, അല്ലെങ്കിൽ false? Which statement is false? So, Keynesian economics suggests that government intervention is unnecessary to stabilize the economy. അതായത് ഗവൺമെൻറ് ഇൻ്റർവെൻഷനെ വേണ്ട എന്നുള്ളതാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നതെന്നാണ് പറയുന്നത്. പക്ഷേ ദാറ്റ് ഈസ് ഫോൾസ്. കാരണം റിസഷൻ ടൈമിൽ ഗവൺമെൻറ് വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് കെയ്നീഷ്യൻ എക്കണോമിക്സ് പറയുന്നത്. അതിനെയാണ് നമ്മൾ എന്താണ് ക്ലാസിക്കൽ സ്കൂൾസ് പറയുന്നത് ഗവൺമെൻറ്റേ വേണ്ടെന്നാണ്. പക്ഷേ കെയ്നീഷ്യൻ പറയുന്നത് ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ വേണ്ടി വരും എന്നുള്ളത് തന്നെയാണ് പറയുന്നത്. ദെൻ കെയ്ൻസ് ബിലീവ് ദാറ്റ് എക്സ്പെക്ടേഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഹാവ് നോ ഇമ്പാക്ട് ഓൺ ദ എക്കണോമിക് ബിഹേവിയർ. എക്കണോമിക് ബിഹേവിയറിൽ ഇമ്പാക്റ്റ് ഇല്ല എന്നാണ് പറയുന്നത്. പക്ഷേ എക്സ്പെക്ടേഷനാണ് എന്ത് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഒരു ഫാക്ടർ. സോ അത് തെറ്റാണ്. Then principle of effective demand states that aggregate supply price is equal to aggregate demand price. That is true. So which one is the answer? Answer is only 2. There is an option wrong. This is only the false thing. So answer is 2 only. It's not 1. 2 only ആണ് നമ്മളുടെ ആൻസർ വരുന്നത്. Then according to Keynes, what determines the level of investment in the economy? എക്കോണമിയിൽ എന്താണ് ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ്? ഇൻവെസ്റ്റ്മെൻറ്റിനെ ഡിറ്റർമൈൻ ചെയ്യുന്ന ഫാക്ടേഴ്സ് ഏതൊക്കെയാണ്? നമ്മൾ പറഞ്ഞ പോലെ ഇൻവെസ്റ്റ്മെൻറ്റ് ഈസ് എ ഫംഗ്ഷൻ ഓഫ് മാർജിനൽ എഫിഷ്യൻസി ഓഫ് ക്യാപിറ്റൽ ആൻഡ് ഇൻട്രസ്റ്റ് റേറ്റ്. സോ ഇറ്റ് ഈസ് ബോത്ത് ബി ആൻഡ് സി. The Keynesian economics suggests that in short run ഇൻവെസ്റ്റ്മെൻറ്റ് എങ്ങനെയായിരുന്നു? നമ്മൾ പറഞ്ഞ പോലെ എന്താണ് എക്സ്പെക്ടേഷൻസ് ചേഞ്ച് ചെയ്യുന്നതിനനുസരിച്ച് ഇൻവെസ്റ്റ്മെൻറ്റിന് ചേഞ്ചസ് വരാം. സോ ഇറ്റ് ഈസ് ഫിക്സഡ് ആൻഡ് ലിമിറ്റഡ്. നമ്മൾ ആദ്യം പറഞ്ഞ പോലെ ഷോർട്ട് റണ്ണിലാണ് നമ്മൾ പറഞ്ഞത്. ഷോർട്ട് റണ്ണിൽ നമ്മൾ എടുത്ത ഫംഗ്ഷൻ എന്തായിരുന്നു? y ഈസ് ഈക്വൽ ടു സി പ്ലസ് ഐ ബാർ. ദിസ് ഈസ് ഐ ബാർ. So that I is fixed and it is also limited, not equivalent to achieving the equilibrium. ആ ഒരു കണ്ടീഷനും ഉണ്ട്. Then now which of the following statement is false regarding the Keynesian? Keynesianisനെ സംബന്ധിച്ച് എന്താണ് തെറ്റായിട്ടുള്ളത്? According to Keynes, an increase in consumer spending during recession can help stimulate the economy.
അതായത് റിസഷനിൽ കൺസ്യൂമർ സ്പെൻഡിങ് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ എക്കോണമിയെ സ്റ്റിമുലേറ്റ് ചെയ്യാൻ സാധിക്കും. Then, in the Keynesian cross model, the point of intersection represents a situation where all resources are optimally utilized. ആ ഇക്വിലിബ്രിയം പോയിന്റ് ആയിരിക്കും എന്നുള്ളതാണ് പറഞ്ഞിരുന്നത്. Then, Keynesian economics suggests that an increase in government spending can lead to decrease in aggregate demand. Aggregate demand കുറയും എപ്പോൾ ഗവൺമെൻറ് സ്പെൻഡിങ് കൂടിയാൽ. ഏതാണ് ഇതിനകത്ത് ശരിയായിട്ടുള്ളത്? ആൻസർ 3 ഒള്ളിയാണ് ഇതിൻ്റെ ആൻസർ. അതായത് ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് തെറ്റ്, അതായത് വിച്ച് സ്റ്റേറ്റ്മെൻറ്റ് ഈസ് ഫോൾസ്, അതേതാണ്? ഇത് മാത്രമാണ്. കാരണം എന്താണ്? സിംപ്ലി ഒരു കൺസംഷൻ ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ക്യാൻ ഇൻക്രീസ് ഇൻകം ഓർ ഔട്ട്പുട്ട് because of the multiplier effect that we will discuss in the upcoming session. So ആ ഒരു കാരണം കൊണ്ട് തന്നെ റിസഷൻ ടൈം പീരീഡിൽ കൺസംഷൻ ഇൻക്രീസ് ചെയ്യാനോ ഇൻവെസ്റ്റ്മെൻറ്റ് ഇൻക്രീസ് ചെയ്യാനോ സാധിച്ചാൽ എക്കോണമി തിരിച്ച് റിവൈവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ കെയ്നീഷ്യൻ ക്രോസിൽ ആക്ച്വൽ ജി ഡി പിയും പൊട്ടൻഷ്യൽ ജി ഡി പിയും ഇൻ്റർസെക്റ്റ് ചെയ്യുന്ന പോയിന്റിലാണ് എന്ത് അവൈലബിൾ ആയിട്ടുള്ള റിസോഴ്സസ് എല്ലാം യൂട്ടിലൈസ് ചെയ്യപ്പെടുന്നു എന്ന് പറയുന്നത്. സോ ദാറ്റ് പോയിന്റ് ഈസ് ഓൾസോ ട്രൂ. സോ ഓൺലി സ്റ്റേറ്റ്മെൻറ്റ് 3 ഈസ് ഫോൾസ്. ദെൻ in Keynesian model, what causes deficiency in aggregate demand? Aggregate demand എന്താണ് കുറവ് വരുന്നത്? It is basically insufficient private investment. Then, according to Keynesian economics, what role does government intervention play in stabilizing economy? ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ എന്താണ് വേണ്ടത്? സ്വാഭാവികമായിട്ടും റിസഷൻ വരുന്ന സമയത്ത് ഗവൺമെൻറ് ഇൻ്റർവീൻ ചെയ്താൽ മാത്രമേ എക്കോണമിയെ പെട്ടെന്ന് റിവൈവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. കാരണം പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് റിവൈവ് ചെയ്യാൻ പറ്റാത്തൊരു സാഹചര്യം ആയതുകൊണ്ട് ഗവൺമെൻറ് ഇൻ്റർവെയിൻ ചെയ്യണം. സോ ഗവൺമെൻറ് ഇൻ്റർവെൻഷൻ ഈസ് എസെൻഷ്യൽ to manage the aggregate demand എന്നുള്ളതാണ് പറഞ്ഞത്. Then, Keynesian economics suggests that during recession, how might decrease in consumer spending affect economy? Recession വരുമ്പോൾ എന്ത് പറ്റും? ഏതെങ്കിലുമൊക്കെ സ്പെൻഡിങ് കുറഞ്ഞാൽ വീണ്ടും 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 എന്ത് സംഭവിക്കും? നമുക്ക് കൂടുതൽ റിസഷനിലേക്ക് പോകാനുള്ള സാധ്യതയാണുള്ളത്. സോ റിസഷൻ ആകുമ്പോൾ കൺസംഷനോ ഇൻവെസ്റ്റ്മെൻറ്റോ വീണ്ടും കുറഞ്ഞാൽ എന്ത് സംഭവിക്കും? റിസഷൻ വീണ്ടും കൂടത്തേ ഉള്ളൂ. സോ ഇറ്റ് വിൽ എക്സാബറേറ്റ് ദ റിസഷണറി by reducing the aggregate demand എന്നുള്ളതാണ് ആൻസർ. Now, which of the following statement is true? ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ? The multiplier effect in Keynesian economics refers to situation where decrease in spending leads to large decrease in income. അതൊരു ശരിയായ കാര്യമാണോ? യെസ്, എക്സാക്ട്ലി. നമ്മൾ പറഞ്ഞു ഒരെണ്ണം കൂടുവാണെങ്കിൽ സ്പെൻഡിങ് കൂടുവാണെങ്കിൽ ഇൻകം കൂടും, സ്പെൻഡിങ് കുറയുവാണെങ്കിൽ ഇൻകം കുറയും. അതാണ് മൾട്ടിപ്ലയർ എഫക്റ്റ് കൊണ്ട് നമ്മൾ മീൻ ചെയ്യുന്നത്. ദെൻ അക്കോർഡിംഗ് ടു കെയ്ൻസ്, എ ലിക്വിഡിറ്റി ട്രാപ്പ് ഒക്കേഴ്സ് വെൻ ഇൻട്രസ്റ്റ് റേറ്റ്സ് ആർ ടു ഹൈ ഫോർ മോണിറ്ററി പോളിസി ടു ബി എഫക്റ്റീവ്. ലിക്വിഡിറ്റി ട്രാപ്പ് എപ്പോഴാണ് വരുന്നത്? അതും പോസിബിളി നെക്സ്റ്റ് സ്ലൈഡിലാണ് വരുന്നത്. സോ വിച്ച് ഈസ് നോട്ട് ഗോയിങ് ടു ഡിസ്കസ് നൗ. ദെൻ Keynesian economics proposes that business cycles are primarily driven by the technological advancement. That is also not taken in this session. But the answer is one only. ഇതിൻ്റെ അകത്ത് ബേസിക്കലി ഉള്ളത് എന്താണ്? 1. That a decline in spending, any of the spending will leads to a decline in the income. അതായത് ഏത് സ്പെൻഡിങ് കുറയുന്നോ അതിനനുസരിച്ച് നമ്മളുടെ ഇൻകവും കുറയും എന്നുള്ളത് മാത്രമാണ് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. ബിസിനസ് സൈക്കിളൊക്കെ ബേസിക്കലി ചേഞ്ചസ് ഇൻ ഇൻവെസ്റ്റ്മെൻറ്റ് ആൻഡ് ഇൻകം ആണ് ബേസിക്കലി ലീഡ് ചെയ്യുന്നത്. ദെൻ കെയ്ൻസ് എക്കണോമിക്സ് എമേർജ്ഡ് ആസ് റെസ്പോൺസ് ടു എന്താണ് നമ്മൾ പഠിച്ച പോലെ ഏത് സ്കൂളിനെ അറ്റാക്ക് ചെയ്തുകൊണ്ടാണ് കെയ്ൻസ് വന്നത്? ബേസിക്കലി ഇറ്റ് ഈസ് ദ ക്ലാസിക്കൽ എക്കണോമിക്സ്. നോ, വിച്ച് ഇവൻറ്റ് പ്രോംപ്റ്റഡ് കെയ്ൻസ് ടു ഡെവലപ്പ് ഹിസ് എക്കണോമിക് തിയറി? എക്കണോമിക് തിയറി അതായത് കെയ്ൻസിൻ്റെ ജനറൽ തിയറി ഏത് സമയത്താണ് വരുന്നത്? എന്തിനോട് റെസ്പോൺസിലാണ് വരുന്നത്? ഇറ്റ് ഈസ് ഇൻ റെസ്പോൺസ് ടു ദ ഗ്രേറ്റ് ഡിപ്രഷൻ ഓഫ് 1929. Then, which book did Keynes use to explain his economic thoughts? കെയ്ൻസ് ഏത് പുസ്തകത്തിലാണ് അദ്ദേഹത്തിൻ്റെ പ്രൊപ്പോസിഷൻസ് പറഞ്ഞത്? ഇറ്റ് ഈസ് ദ ജനറൽ തിയറി. Then, Keynesian economics suggests that during recession, what should government do to stimulate demand? എന്താണ് ഗവൺമെൻറ് ചെയ്യേണ്ടത് എന്നാണ് പറയുന്നത്. സോ ബേസിക്കലി ഇവിടെ ഏതാണ് വരേണ്ടത്? നമുക്കറിയാം ഇൻവെസ്റ്റ്മെൻറ്റോ കൺസംഷനോ കൂടണം. അത് കൂടണമെങ്കിൽ ഏതാണ് ഇവിടെ കുറയ്ക്കേണ്ടത്? എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇൻക്രീസസ് ടാക്സ് കൂടുവാണെങ്കിൽ സ്വാഭാവികമായിട്ടും നമ്മുടെ കൺസംഷൻ കുറയും, നമ്മളുടെ ഇൻവെസ്റ്റ്മെൻറ്റും കുറയും. അപ്പോൾ നമ്മുടെ കൺസംഷനൊക്കെ കുറയുന്നതുകൊണ്ട് ഒരിക്കലും റിസഷനെ ഓവർകം ചെയ്യാൻ പറ്റില്ല. റെഡ്യൂസ് ഗവൺമെൻറ് സ്പെൻഡിങ് ടു കൺട്രോൾ ഇൻഫ്ലേഷൻ, ഒരിക്കലും അല്ല. റിസഷനിലാകുമ്പോൾ ഗവൺമെൻറ് ഇൻവെസ്റ്റ്മെൻറ്റ് കൊണ്ടുവന്നാൽ മാത്രമേ എക്കോണമിയെ റിവൈവ് ചെയ്യാൻ സാധിക്കത്തുള്ളൂ. പിന്നെ റിസഷൻ ടൈമിൽ ഒരിക്കലും ഇൻഫ്ലേഷൻ ആയിരിക്കത്തില്ല. കെയ്ൻസിൻ്റെ പ്രകാരം അവിടെ ഡിഫ്ലേഷൻ ആയിരിക്കും നടക്കുന്നത്. ദെൻ ഡിക്രീസ് ഇൻട്രസ്റ്റ് റേറ്റ് ടു ബൂസ്റ്റ് പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്.
ദാറ്റ് ഈസ് ദ ആൻസർ. അതായത് ഇൻട്രസ്റ്റ് റേറ്റ് കുറയ്ക്കുമ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും, ഇൻവെസ്റ്റ്മെൻറ്റ് കൂടുമ്പോൾ ലേബർ ഡിമാൻഡ് കൂടും, കൺസംഷൻ കൂടും, അങ്ങനെ എക്കോണമി റിവൈവ് ചെയ്യും. സോ ദ ആൻസർ ഈസ് ഡിക്രീസ് ഇൻ ദ ഇൻട്രസ്റ്റ് റേറ്റ്. ഓസ്റ്റെറിറ്റി മെഷേഴ്സ് എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ് ആ ഓസ്റ്റെറിറ്റി മെഷേഴ്സ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെൻറ് സ്പെൻഡിങ്ങിനെ റെഗുലേറ്റ് ചെയ്യുന്നതിനാണ് ഓസ്റ്റെറിറ്റി. അതായത് ഫിസിക്കൽ ഡെഫിസിറ്റും ഗവൺമെൻറ്റിന് ഒരു ബാലൻസ് കൊണ്ടുവരാൻ ശ്രമിക്കുക. അപ്പോൾ അത് സ്ട്രിക്റ്റ് ആയിട്ട് കൊടുക്കുക എന്ന് പറഞ്ഞാൽ ഗവൺമെൻറ് സ്പെൻഡിങ് സ്ട്രിക്റ്റ് ആയിട്ട് കുറയ്ക്കുക, ഗവൺമെൻറ് ഇൻകം ലെവൽസ് കൂട്ടാൻ ശ്രമിക്കുക, ടാക്സ് കൂട്ടുക. അതാണ് ഓസ്റ്റെറിറ്റി എന്ന് പറയുന്നത് ഉദ്ദേശിക്കുന്നത്. Then, which of the following statement is true? Keynesian economics asserts that long-term unemployment can be persistent due to insufficient aggregate demand. എന്നാണ് പറഞ്ഞേക്കുന്നത് ഫസ്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. Then, Keynesian economics emphasize that government intervention can help stabilize an economy during periods of economic downturn. അതായത് റിസഷൻ ടൈം പീരീഡിൽ എക്കോണമിയെ റിവൈവ് ചെയ്യാൻ ഗവൺമെൻറ് ഇൻ്റർവെൻഷന് സാധിക്കും. കെയ്ൻസ് പറഞ്ഞിട്ടുള്ളതാണ്. ദാറ്റ് ഈസ് ട്രൂ. അക്കോർഡിംഗ് ടു കെയ്ൻസ്, ഇൻഫ്ലേഷൻ ഈസ് പ്രൈമർലി കോസ്ഡ് ബൈ എക്സസീവ് ഗവൺമെൻറ് സ്പെൻഡിങ്. ദാറ്റ് ഈസ് ഓൾസോ ഫോൾസ്. ദ ഫസ്റ്റ് ടൈം ഓൾസോ ഈസ് ഫോൾസ്. സോ ദ ആൻസർ ഈസ് 1 and 2 ഓൺലി. കാരണം നമ്മൾ പറഞ്ഞിട്ടുണ്ട് എക്കോണമിയിൽ എപ്പോഴും ഫുൾ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആയിരിക്കത്തില്ല. ദർ ഈസ് അണ്ടർ എംപ്ലോയ്മെൻറ്റ് ഇക്വിലിബ്രിയം ആണ്. സോ അഗ്രഗേറ്റ് ഡിമാൻഡ് ഒരിക്കലും ഈക്വൽ ആകില്ല. അതായത് സേവിങ്സ് ഈസ് ഈക്വൽ ടു ഇൻവെസ്റ്റ്മെൻറ്റ് എന്നുള്ളൊരു സാഹചര്യം ഒരിക്കലും വരത്തില്ല. അതുകൊണ്ട് തന്നെ അവിടെ എപ്പോഴും ഇൻസഫിഷ്യൻ്റ് ആയിട്ടുള്ള അഗ്രഗേറ്റ് ഡിമാൻഡ് ഉണ്ടാവും. ആ ഇൻസഫിഷ്യൻസി ഉള്ളതുകൊണ്ടാണ് അവിടെ എപ്പോഴും ഒരു അൺഎംപ്ലോയ്മെൻറ്റ് എക്കോണമിയിൽ നിലനിൽക്കുന്നതെന്നാണ് കെയ്ൻസ് പറയുന്നത്. സോ ആൻസർ 1 and 2 ഈസ് ദ ട്രൂ സ്റ്റേറ്റ്മെൻറ്റ്സ്. Then, in Keynesian economics, what is the primary driver of fluctuations in the economic activity? Economic activity il endanu change varunathu? It is the changes in the aggregate demand only. And that change here, aggregate demand changes moolam undavuna changes ne represent cheyuna saanamanu endu business cycles ennu parayunnathu. Now, according to Keynes, what is the role of expectations in influencing the economic behavior? Economic behavior ne influence ചെയ്യുന്നുണ്ടോ expectations? സ്വാഭാവികമായിട്ടും there is expectation plays a crucial role in shaping the investment and the consumption decisions ആണ് ഉള്ളത്. കാരണം MEC എന്ന് പറയുന്നത് ഇതിനെ ബേസ് ചെയ്താണ്. Now, which of the following statement is not correct? Keynesian economics suggests that during recession, decreasing interest rate can help encourage പ്രൈവറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. അതെ, സ്വാഭാവികമായിട്ടും ഇൻട്രസ്റ്റ് റേറ്റ് കുറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് കൂടും. അത് നമുക്കെല്ലാം അറിയാവുന്ന ഒരു ഫംഗ്ഷനാണ്. ദെൻ ഇൻ ദ കെയ്നീഷ്യൻ മോഡൽ, ചേഞ്ചസ് ഇൻ എക്സ്പെക്ടേഷൻ ആൻഡ് അൺസർട്ടനിറ്റി ഹാവ് നോ ഇമ്പാക്ട് ഓൺ കൺസ്യൂമർ ബിഹേവിയർ. ദാറ്റ് ഈസ് അബ്സല്യൂട്ട്ലി റോങ്. ബിക്കോസ് നമ്മുടെ എക്സ്പെക്ടേഷൻ അനുസരിച്ചായിരിക്കും നമ്മൾ കൺസംഷൻ ഡിസിഷൻസ് എല്ലാം എടുക്കുന്നത്. അത് കെയ്ൻസ് പറയുന്നുണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ദ ഫോളോയിങ് session. Then the principle of effective demand states that aggregate demand price is equal to aggregate supply price. ഇതിൽ ഏത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ഫോൾസ് ആയിട്ടുള്ളത്? only the 2. Now in the Keynesian model, what is the significance of the we will discuss this in the upcoming session. Marginal propensity to consume. Okay, basically marginal propensity to consume is based on the എന്താണ് മൾട്ടിപ്ലയറിൻ്റെ എഫക്റ്റ് കാൽക്കുലേറ്റ് ചെയ്യാനാണ് നമ്മൾ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്നുള്ളത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. സോ മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം എന്ന് പറയുന്നത് എന്താണ്? MPC ഈസ് ഈക്വൽ ടു ചേഞ്ച് ഇൻ കൺസംഷൻ ഡിവൈഡഡ് ബൈ ചേഞ്ച് ഇൻ ഇൻകം. ദാറ്റ് ഈസ് ഹൗ മച്ച് ഓഫ് ദ ചേഞ്ച്ഡ് ഇൻകം ഈസ് യൂസ്ഡ് ഫോർ ദ കൺസംഷൻ എന്നുള്ളതാണ് MPC, വിച്ച് ഈസ് ഈക്വൽ ടു C എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ Keynesian consumption function. So it is based on this C. മൾട്ടിപ്ലയറിനെ നമ്മൾ K എന്ന് റെപ്രസെൻറ്റ് ചെയ്യുക. മൾട്ടിപ്ലയർ ഇസ് ഈക്വൽ ടു 1/1 മൈനസ് C എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. ആൻഡ് ദ വാല്യൂ ഓഫ് C ഈസ് ലൈസ് ബിറ്റ്വീൻ 0 and 1. 0യ്ക്കും 1നും ഇടയ്ക്കാണ് വാല്യൂ ഓഫ് C നിൽക്കുന്നത്. This is the multiplier, and value of multiplier depends on the value of MPC എന്നുള്ളതാണ് പറഞ്ഞേക്കുന്നത്. സോ MPC കൂടുന്ന അപ്പോൾ നമുക്കറിയാവുന്ന 1 മൈനസ് C ആണ്. സ്വാഭാവികമായിട്ടും ഡിനോമിനേറ്ററിൽ എന്താണ് കുറയുന്നതിനനുസരിച്ച് മൾട്ടിപ്ലയറിൻ്റെ വാല്യൂ കൂടും. ഡിനോമിനേറ്ററിൻ്റെ വാല്യൂ എന്താണ്? 1 മൈനസ് C ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോ C കൂടുന്നതിനനുസരിച്ച് മൾട്ടിപ്ലയർ കൂടും എന്നുള്ളതാണ് ഇതിൻ്റെ ബേസിക് കൺസെപ്റ്റ്.
ഓക്കെ, അതായത് നമ്മൾ കൺസംഷൻ കൂടുന്നതിനനുസരിച്ച് സ്വാഭാവികമായിട്ടും നമ്മുടെ സ്പെൻഡിങ് കൂടും, അതിനനുസരിച്ച് എന്താണ് നമ്മുടെ ടോട്ടൽ ഇൻകം കൂടും. അപ്പോൾ അത് എത്ര ടൈംസ് കൂടും എന്നുള്ളത് കാണാനാണ് ഈ മൾട്ടിപ്ലയർ ഇക്വേഷൻ പറയുന്നത്. ജസ്റ്റ് ഇതൊന്ന് എഴുതി വെക്കാം. മൾട്ടിപ്ലയർ ഈസ് കാൽക്കുലേറ്റഡ് ലൈക്ക് ദിസ് വെയർ കെ ഈസ് ദ മൾട്ടിപ്ലയർ 1/1 - c. അതാണ് മൾട്ടിപ്ലയറിൻ്റെ കാൽക്കുലേഷൻ. ആൻഡ് എ ചേഞ്ച് ഇൻ ദ കൺസംഷൻ അല്ലെ ഇൻവെസ്റ്റ്മെൻറ്റിനാണെങ്കിലും ഇത്രയും ടൈംസ് തന്നെ ആയിരിക്കും വരുന്നതെന്നാണ് ഇവർ പറയുന്നത്. സോ വാട്ട് ഈസ് ദ ആൻസർ? So it represents the proportion of the disposable income spent. അത്രയേ ഉള്ളൂ. നമ്മളിവിടെ പറഞ്ഞ പോലെ, അതായത് പ്രൊപ്പോർഷനിൽ പറഞ്ഞ എന്താണ്, MPC ഈസ് ഈക്വൽ ടു മാർജിനൽ പ്രൊപ്പൻസിറ്റി ടു കൺസ്യൂം. അതിനെ C എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് ഈക്വൽ ടു ΔC/ΔY ആണ്. അതായത് നമ്മളുടെ ഇൻകത്തിൽ എത്ര ചേഞ്ച് വരുന്നോ ആ ചേഞ്ചിനനുസരിച്ച് കൺസംഷനിൽ എത്ര ചേഞ്ച് വരുത്തുന്നു എന്നുള്ളതാണ് നമ്മൾ എടുക്കുന്നത്. അതിൽ K ഈസ് ഈക്വൽ ടു മൾട്ടിപ്ലയർ എങ്ങനെ അതിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്യും? K ഈസ് ഈക്വൽ ടു 1/1 - c എന്നുള്ളതാണ് പറയുന്നത്. സോ ദർ ഈസ് ഇൻവേഴ്സ് റിലേഷൻഷിപ്പ്. ആസ് എന്താണ് ഇവിടെ മൈനസിലായതുകൊണ്ട് തന്നെ നമുക്കറിയാവുന്ന പോലെ C കൂടുന്നതിനനുസരിച്ച് നമ്മുടെ മൾട്ടിപ്ലയറിൻ്റെ അളവും കൂടുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഉള്ളൊരു കാര്യം ബേസിക്കലി. ഫൈൻ. നൗ അക്കോർഡിംഗ് ടു Keynes, വാട്ട് ഈസ് ലിക്വിഡിറ്റി ട്രാപ്പ്? ദാറ്റ് വി വിൽ ഡിസ്കസ് ഇൻ ദ അപ്കമിംഗ് സെഷൻ. So we will come in the next session dealing with the Keynesian consumption function, the liquidity trap situations. Okay, thank you.